ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മകളെ, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേടാ. നമ്മൾ ഏതൊക്കെയാകുന്ന ഭാഗങ്ങൾ കവർ ചെയ്തു മക്കളെ? നമ്മൾ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നിന്ന് ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കവർ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഡിജിറ്റ്സ് ഇൻ യൂണിറ്റ്സ് പ്ലേസ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതും വളരെ കാര്യമാകുന്ന ചോദ്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, ഈ രണ്ട് ടോപ്പിക്കിനകത്ത് നിന്നും. അത് കഴിഞ്ഞ് നമ്മൾ എന്തു ചെയ്തു? ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചു. ഓക്കെ അല്ലേ? ആ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് 1ഉം 2ഉം ഉണ്ടായിരുന്നു പാർട്ടുകൾ. അത് കഴിഞ്ഞ് നിങ്ങളിലേക്ക് എത്തിയതാകുന്ന ഭാഗം എന്ന് പറയുന്നത് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാകാം. അത് കഴിഞ്ഞ് നിങ്ങളിലേക്ക് വരുന്ന ടോപ്പിക്കാണ് ഏതെന്ന് പറയുന്നത്? പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ആ ഒരു ഭാഗമാണ്. ഈ പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ഭാഗം ശരിക്കും പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ പലതാകുന്ന ടോപ്പിക്കുകളിലുള്ള ഒരു ടോപ്പിക്കാണ് ഏതെന്ന് പറയുന്നത് പേഴ്സൻറ്റേജ്. അതായത് ഫ്രാക്ഷൻസിനകത്ത് നമ്മൾ കുറേ ചോദ്യങ്ങൾ പേഴ്സൻറ്റേജ് മുഖാന്തരമുള്ളത് പരിചയപ്പെട്ടു. ഡിവിഷൻ സംബന്ധമാകുന്ന ചോദ്യങ്ങൾ, ഡിവിസിബിലിറ്റി സംബന്ധമാകുന്ന ചോദ്യങ്ങളിൽ നമ്മളതിനെ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ റേഷ്യോ പ്രപ്പോർഷൻ ആകുന്നതിൽ നമ്മളതിനെ പരിചയപ്പെട്ടു. അതായത് വളരെ കാര്യമാകുന്ന രീതിയിൽ ആപ്ലിക്കേഷനുകളുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് പേഴ്സൻറ്റേജ്. അതുകൊണ്ട് വളരെ കാര്യമാകുന്ന രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇവനെ പഠിച്ച് കൈമുതലാക്കി വെച്ചേക്കേണ്ടതുണ്ട്. ശരിയല്ലേ? ആണ്. അവിടെ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയട്ടെ. നിങ്ങൾ എന്തായാലും നമ്മുടെ ബേസിക് ആകുന്ന ക്ലാസ്സുകളിലൂടെയെല്ലാം, ബേസിക് എന്നല്ല, നമ്മുടെ ക്ലാസ്സുകളിലൂടെയൊക്കെ നിങ്ങൾ കടന്നുപോയവരാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻറ്റേജിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും? വെൽ സെറ്റ് ആകുന്ന രീതിയിലായിരിക്കണം. ഓക്കെ അല്ലേ? അത് ഓൾറെഡി നമ്മൾ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബാക്കി ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തപ്പോൾ അതിനകത്തൂടെ കടന്നു വന്നപ്പോൾ പേഴ്സൻറ്റേജിൻ്റെ ബേസിക്സ് അറിയാത്തവർക്ക് അവിടെ ചില ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾക്കും അത് അറിയാമെന്നുള്ളതാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മളത് പഠിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇവിടെ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, കുറച്ച് ആപ്ലിക്കേഷൻ ലെവലാകുന്ന അല്ലെങ്കിൽ കുറച്ച് ടോപ്പ് ലെവലാകുന്ന നമ്മുടെ പേഴ്സൻറ്റേജിലെ ചോദ്യങ്ങളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരിക. അതാണ് എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ ഉള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 10 ക്വസ്റ്റ്യനുകളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ 10 ക്വസ്റ്റ്യനുകളിൽ നിന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ 10 ക്വസ്റ്റ്യനെ എന്ത് ചെയ്യണോടാ? ഒരു 40 ക്വസ്റ്റ്യൻ ആക്കി മാറ്റണം. അതായത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണോ അതിനെ കൃത്യമായി എഴുതി കുറിച്ചൊരു പേപ്പറിനകത്തേക്ക് മാറ്റി എങ്ങനെയാണ് അതിൻ്റെ സൊല്യൂഷൻ, എന്താണ് അതിൻ്റെ ട്രിക്ക്, ടിപ്പ് എന്നെല്ലാം എഴുതി മാറ്റി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ചെയ്ത മോഡലിലുള്ള മറ്റ് ചോദ്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതേപോലെയുള്ള മറ്റേതെങ്കിലും ആകുന്ന രീതിയിലെ ചോദ്യങ്ങളുണ്ട് എന്ന് വരികിൽ അവനെയൊക്കെ തെരഞ്ഞ് കണ്ടുപിടിച്ച് പഠിക്കാൻ നിൽക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്, ഞാനൊരു അധ്യാപകനാ, ശരിയാ, പക്ഷേ ഞാൻ നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു തരാനുള്ളൊരു ഉപകരണം മാത്രമാണ് ഞാൻ. ഓക്കെ അല്ലേ? അങ്ങനെയാകുന്ന ഈ ഒരു ഉപകരണം പറയുന്ന ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ടൊരു ധാരണയിൽ വെച്ചേക്കണേ. എന്താ, ഞാൻ തരുന്ന 10 ചോദ്യങ്ങൾ പഠിക്കുന്നു എന്നതിലല്ല കാര്യം. ഈ 10 ചോദ്യങ്ങളിലൂടെ നിങ്ങൾ എന്താണോ മനസ്സിലാക്കിയത്, ഈ മനസ്സിലാക്കിയ കാര്യങ്ങളെ ഇനി അങ്ങോട്ടേക്കുള്ള ഒരു 30 ചോദ്യത്തിനകത്തേക്ക് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൊരു ധാരണ ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചെങ്കിൽ ഉറപ്പാ മക്കളെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഈ ഒരു മേഖലയിൽ നിന്നുള്ള ഒരു മാർക്ക് പോലും മിസ്സാവില്ല. നിങ്ങളൊരു കാര്യം കൃത്യമായിട്ട് ചിന്തിക്കണം. NDPC പോലെയുള്ള അല്ലെങ്കിൽ RRBയുടേതാകുന്ന അണ്ടറിൽ വരുന്ന ഏത് പരീക്ഷ വേണമെങ്കിലും ആയിക്കോട്ടെ, അതിപ്പോൾ ALP ആയാലും ശരി, അതുപോലെ ഗ്രൂപ്പ് D ആകുന്ന പരീക്ഷയായാലും ശരി, എല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ മാർക്കുകളുടെയും ഇടയിൽ മിനിമം ഒരു 100, 150 വരെയുള്ള അല്ലെങ്കിൽ ഒരു 100, 200 വരെയുള്ളതാകുന്ന റാങ്കുകളുടെ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അതായത് എനിക്ക് 1 മാർക്ക് കുറവാണ്, എനിക്ക് 1 മാർക്ക് കൂടുതലായിരുന്നുവെങ്കിൽ എത്ര പേരെ ഞാൻ തോൽപ്പിച്ചേനെ? 100, 200 പേരെ തോൽപ്പിച്ചേനെ. അതായത് ആ 1 മാർക്ക് കുറഞ്ഞപ്പോൾ ആ 200 പേർക്ക് പുറകിലേക്ക് ഞാൻ വന്നു. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അങ്ങനെ നമ്മുടേതാകുന്ന അശ്രദ്ധമാകുന്ന എന്തെങ്കിലുമൊക്കെ ആകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ആകുന്ന ഒരു ചെറിയ വീഴ്ച കൊണ്ട്, നമ്മുടെ ഒരു കയ്യബദ്ധം കൊണ്ട് നമുക്ക് കുറഞ്ഞു പോയേക്കാവുന്ന ആ 1 മാർക്ക് പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. അതുകൊണ്ട് ചോദ്യങ്ങളുടെ വലിപ്പമോ അല്ലെങ്കിൽ ചോദ്യങ്ങളുടേതാകുന്ന ശൈലിയോ ഒന്നും നിങ്ങളുടെ മുമ്പിൽ ബുദ്ധിമുട്ടാകാതിരിക്കാൻ എല്ലാ രീതിയിലും നിങ്ങളെ തയ്യാറെടുപ്പിക്കാൻ വേണ്ടി കാര്യമാകുന്ന രീതിയിലെ ചോദ്യങ്ങൾ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? റിപ്പീറ്റായിട്ട് ഈ ചോദ്യങ്ങളിലൂടെ കടന്നു പോകണം. പുതിയ ചോദ്യങ്ങൾ കണ്ടുപിടിക്കണം. അവയെ എല്ലാം പയറ്റി തെളിയണം. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കേണ്ട ആവശ്യമല്ലേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു കോൾ ചെയ്യേണ്ട ആവശ്യമല്ലേ വരുന്നുള്ളൂ. തിരിച്ച് സ്പോട്ടിൽ ഞാൻ മറുപടി തിരിച്ച് തരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൂ കാര്യങ്ങൾ. നമുക്കപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് പഠിച്ചു തുടങ്ങാം മക്കളെ. എല്ലാ ചോദ്യങ്ങളും ഞാൻ വ്യക്തമാകുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാം മക്കളെ. ഇതാ നോക്കേടാ, 12.5% എന്താ പറഞ്ഞേക്കുന്നത്? 12.5%
കണ്ടോടാ 12.5% ഓഫ് ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയാ 37.5. ഓക്കെ ആണോ? 12.5% ഓഫ് ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയാ 37.5%. ആരുടെ 13.5% ഓഫ് ദ സെക്കൻഡ് നമ്പർ. അതായത് രണ്ട് നമ്പറുകളുണ്ട്. ആദ്യത്തെ നമ്പറിൻ്റെ 12.5% എന്ന് പറയുന്നത് രണ്ടാമത്തെ നമ്പറിൻ്റെ 37% തുല്യം. മനസ്സിലായോ? ആദ്യത്തെ നമ്പറിൻ്റെ 12.5% എന്ന് പറയുന്നത് രണ്ടാമത്തെ നമ്പറിൻ്റെ 37% തുല്യം. ശരിയല്ലേ? ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദ സെക്കൻഡ് നമ്പർ ഈ സബ്സ്ട്രാക്റ്റഡ് ഒന്നൊന്നിൽ നിന്ന് കുറയ്ക്കാൻ പോവുക, സെക്കൻഡ് നമ്പർ ഫസ്റ്റ് നിന്ന് കുറയ്ക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് 1428 1428 എന്നാണെങ്കിൽ ഫൈൻഡ് ദ സം ഓഫ് ദ ടു നമ്പേഴ്സ്. ഈ രണ്ട് നമ്പറുകളുടേതാകുന്ന കൂട്ടിയാൽ കിട്ടുന്ന തുകയാകുന്നത് എന്ത് വരും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പെർസെൻറ്റേജിൻ്റെ ബേസിക്സ് പഠിച്ച സമയത്ത് കൺവേർഷൻ ഓഫ് ഫ്രാക്ഷൻ ടു എന്താണ് പെർസെൻറ്റേജ്, അതുപോലെ പെർസെൻറ്റേജിൽ നിന്ന് ഫ്രാക്ഷനിനെയും ഫ്രാക്ഷനിൽ നിന്ന് പെർസെൻറ്റേജിനെ രണ്ടാകുന്ന വഴി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കേടാ. 12.5% എന്ന് പറഞ്ഞാൽ 12.5% എന്ന് പറഞ്ഞാൽ എന്ത് ഫ്രാക്ഷൻ അവിടെ വരിക? 1/8. ശരിയല്ലേ? അതുപോലെ 12.5%-ൻ്റെ 3 മടങ്ങ്, അതായത് 3 × 12.5%, അതല്ലേ 37.5% എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 3 ടൈംസ് ഓഫ് 1/8 ദാറ്റ് ഈസ് 3/8 ആണ് 37.5%-ൻ്റെ ഫ്രാക്ഷൻ. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുമോ? അപ്പോൾ 12.5% എന്ന് പറയുന്നതിൻ്റെ ഫ്രാക്ഷൻ എത്രയാ? 1/8. 37.5%-ൻ്റെ ഫ്രാക്ഷൻ എത്രയാ? ദാറ്റ് ഈസ് 3/8. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അവർ പറയുന്ന കാര്യം എന്താ ചോദ്യത്തിനകത്ത്? എടാ, ആദ്യത്തെ സംഖ്യ ഫസ്റ്റ് നമ്പറിനെ എ എന്ന് വിളി, ആ നമ്പറിൻ്റെ 1/8 എന്ന് പറയുന്നത് രണ്ടാമത്തെ നമ്പർ ബി എന്ന് വിളി, രണ്ടാമത്തെ നമ്പറിൻ്റെ 3/8 തുല്യമാണ്. ഒരുപോലെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ളവനെ വെട്ടി. ഓക്കെ ആണോ? ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഇവിടെ നിന്ന്? A/B = A/B എന്തെന്ന് വരും മക്കളെ? 3/1. അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും? A/B = 3:1 എന്ന് വരും. ശരിയല്ലേ? A/B എന്ന് പറയുന്നത് 3:1 ആണ്. അല്ല എന്നാണെങ്കിൽ എങ്ങനെ പറയാം? A/B എന്ന് പറയുന്നത് 3:1 ആണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടുമല്ലോ. കൃത്യമായും ഞാൻ ആ ചോദ്യത്തിനെ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മേളിൽ എഴുതി മാറ്റിയിട്ടുണ്ട്. ഇനി എന്താ അവിടെ ചോദിക്കുന്നത്? രണ്ട് നമ്പറുകളുടേതാകുന്ന ഡിഫറൻസ് തരുന്നത് 1428. അപ്പോൾ തൽക്കാലം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, A/B എന്ന് പറയുന്നത് ഇനി വെട്ടിച്ചെറുതാക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആണ് എന്നാണെങ്കിൽ, കോപ്രൈം കണ്ടീഷൻ ആണെങ്കിൽ എന്ത് 3 ഫസ്റ്റ് നമ്പറും 1 എന്ന് പറയുന്നത് രണ്ടാമത്തെ നമ്പറുമായിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ നമ്പറുകളുടെ ഡിഫറൻസ് എന്താടാ? 3ൽ നിന്ന് 1 പോയാൽ 2 എന്ന് വരും. മക്കളെ, ഒരു സംഖ്യയുടെ 2 എന്ന് പറയുന്നത് ആരെ സൂചിപ്പിക്കുന്നു? ഫാക്ച്വൽ ആകുന്ന, നമ്മൾ റേഷ്യോ മുഖാന്തരം പറയുന്നു രണ്ട് നമ്പറുകളുടേതാകുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് 2. ആ 2 എന്ന് പറയുന്നത് ആക്ച്വൽ ആകുന്ന സിറ്റുവേഷൻ പരിഗണിച്ചാൽ ആർക്ക് തുല്യമാകും? 1428 തുല്യമാകും. എന്നാൽ ആ രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോൾ ആരാകും? 3 1 4. ഈ 4 എന്ന് പറയുന്നത് ആർക്ക് തുല്യമാണ് എന്ന് കണ്ടുപിടിക്കും. ഇവിടെ ഏത് മെത്തേഡാണ് നമ്മൾ ഉപയോഗിച്ചത്? കോർണർ കട്ടിംഗ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡാണ് ഉപയോഗിച്ചത്. ഓക്കെ അല്ലേ? കോർണർ കട്ടിംഗ് മെത്തേഡാണ് ഉപയോഗിച്ചത്. ശരിയല്ലേടാ? ആണ്. ഇതെങ്ങനെ വെട്ടിച്ചെറുതാക്കാൻ? 2 കൊണ്ട് മുകളിലും താഴെയും വെട്ടുമ്പോൾ ഇവിടെ 2 വരും. ശരിയല്ലേ? ഇനി നമുക്കറിയാം, കോർണർ പോയിന്റുകളിൽ കിടക്കുന്ന നമ്പറുകളെ നമ്മൾ എന്ത് ചെയ്യണം? കോർണറുകളിൽ ഡയഗണലി കിടക്കുന്ന നമ്പറുകളെ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഈ 4 എന്ന് പറയുന്നത് ആർക്ക് തുല്യമാണ് എന്ന് ചോദിച്ചാൽ 1 4 2 8 അതിൻ്റെ ഇരട്ടി എടുക്കുന്നതിന് തുല്യം. 1 4 2 8യുടെ ഇരട്ടി എങ്ങനെയാണ് മക്കളെ എടുക്കുന്നത്? ഇരട്ടി എന്ന് പറയുന്നത് എങ്ങനെയാണ് എടുക്കുന്നത്? 28ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 56, 14ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 28. അതായത് എൻ്റെ ആൻസർ എന്ന് പറയുന്നത് 28 56. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? 28 56. കണ്ടോ മക്കളെ? ഓപ്ഷൻ A/B/C ഏതാണ് എൻ്റെ ആൻസർ എന്ന് ചോദിച്ചാൽ 28 56. അപ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്ന് വളരെ വേഗത്തിൽ എൻ്റെ കൂടെ ഒന്ന് വായിച്ചു വായു. ചോദ്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു 12.5%. അപ്പം തന്നെ ഞാൻ മാർക്ക് ചെയ്തേക്കണം. 12 എന്ന് പറഞ്ഞാൽ 1/8. ഇനി 37% എന്ന് പറഞ്ഞാൽ ആരാ? 3/8. ഇനി അവർ പറയുക 1/8 ഓഫ് എ നമ്പർ എ എന്ന് പറയുന്നത്, അതിൻ്റെ 1/8 എന്ന് പറയുന്നത് 3/8 ഓഫ് സെക്കൻഡ് നമ്പർ. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി A/Bയുടെ വാല്യൂ 3:1. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഡിഫറൻസ് എന്ന് പറയുന്നത് 1428 തുല്യം. അപ്പോൾ 3 - 1 എങ്കിൽ സം എന്തിനു തുല്യം? 3 + 1 എന്തിനു തുല്യം? ഇത്രയും മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. അതിൻ്റെ ഐഡിയ പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ നോക്കി. ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ? കൃത്യമാകുന്ന രീതിയിൽ കിട്ടിയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിനകത്തേക്ക് വായു. എന്താ മക്കളെ രണ്ടാമത്തെ ചോദ്യത്തിനകത്ത് പറഞ്ഞേക്കുന്നതെന്നൊന്ന് ശ്രദ്ധിച്ചേടാ.
സമയമെടുത്തൊക്കെ വായിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല, മനസ്സിലാക്കി തന്നെ വേണം പോകാൻ. എടാ, മൃദുൽ എന്ന് പറയുന്ന ഒരാൾ വർക്ക് ചെയ്യുകയാണ്. അയാളുടെ വർക്കിംഗ് അവേഴ്സ് പെർ ഡേ എന്ന് പറയുന്നത് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. എത്ര ശതമാനം? 25%. അതായത് നിലവിൽ അയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകൾ ഒരു ദിവസത്തിൽ എത്രയുണ്ടോ ആ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു? 25% കൂട്ടി. അതായത് അയാൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? 5% കൂട്ടിയിട്ടുള്ളത്. കൃത്യമാകുന്ന രീതിയിൽ ഒരു ദിവസം 100 യൂണിറ്റ്സുകൾ അയാൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലേ വേണ്ട, സിംപ്ലി അത് ഞാൻ കോംപ്ലക്സ് ആക്കുന്നില്ല, സിംപ്ലി ഇത്രയും പറഞ്ഞാൽ മതി. അയാൾ മൊത്തമായിട്ട് ഒരു ദിവസം എന്ത് വർക്ക് ചെയ്യുന്നു അതിൻ്റെ 25% അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? വർക്കിംഗ് അവേഴ്സ് കൂട്ടേണ്ടി വന്നു. അത് മാത്രമല്ല, അവിടെ വർക്കിംഗ് അവേഴ്സ് കൂട്ടി എന്നതിന് മറ്റൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. എന്താ? വർക്കിംഗ് അവേഴ്സ് കൂട്ടിയതിനോടൊപ്പം അവിടെ കിട്ടുന്ന വേജ് എന്ന് പറയുന്നതും എന്ത് ചെയ്തു? 20% എന്ന രീതിയിൽ ഇൻക്രീസ് ചെയ്തു. അവിടെ വേജ് എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്? 20% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എന്നാണെങ്കിൽ അയാളുടെ ഡെയിലി ഏർണിങ്സിനകത്ത് എന്താകുന്ന ഇൻക്രിമെൻ്റ് ആയിരിക്കും മൊത്തമായിട്ട് ഉണ്ടായിട്ടുള്ളത്? ഡെയിലി ഇൻക്രിമെൻറ്റ്. ഇനി ഞാൻ ഒരു സിമ്പിൾ ആകുന്ന രീതിയിൽ ഇതിൻ്റെ ആ ലോജിക്ക് പറയാം, എന്നിട്ട് അതിൻ്റെ ഷോർട്ട് കട്ട് പറയാം. ഒന്ന് ആലോചിച്ച് നോക്കേ. ഞാൻ വർക്ക് ചെയ്യുന്നത് എക്സ് ഹവേഴ്സ് ആണെന്ന് വിചാരിക്കാം. ഞാൻ എക്സ് ഹവേഴ്സ് വർക്ക് ചെയ്യുന്നു. എനിക്ക് ഒരു മണിക്കൂറിന് വൈ ആകുന്ന റുപ്പീസാണ് കിട്ടുന്നത് എന്നും വിചാരിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ആരായിരിക്കും മക്കളെ? രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ആകുന്ന എക്സ് വൈ ആയിരിക്കും. ശരിയല്ലേ? ആണ്. ഇനി അവർ പറയുക, നിലവിൽ വർക്കിംഗ് അവേഴ്സ് എത്ര കൂടി? 25% കൂടി. നിലവിൽ നമ്മൾ പറയേണ്ട കാര്യം എന്താ? എൻ്റെ കയ്യിലിരിക്കുന്നത് എല്ലായ്പ്പോഴും 100%. ആ 100% ആകുന്നതിൻ്റെ കൂടെ എന്തധികം ചേർത്തു എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ശരിയല്ലേ? ഇങ്ങോട്ടൊന്ന് നോക്കേടാ. നിലവിൽ എക്സ് ആയിരുന്ന വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് എത്ര ശതമാനം? 25% കൂടി. കയ്യിലിരിക്കുന്നത് 100%. അതായത് എക്സ് എന്ന് പറയുന്നവൻ 100%. അതിൻ്റെ കൂടാണ് ഒരു 25% കൂടെ കൂടിയത് എങ്കിൽ മൊത്തത്തിൽ ഇപ്പം ഞാൻ എന്ത് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് മക്കളെ? 125% വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. എന്ത് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്? 125%. ഇനി എന്താ പറയുന്നത്? എൻ്റെ വർക്കിംഗ് അവേഴ്സിന് ലഭിക്കുന്ന വേജ് ആകുന്ന വൈക്കും എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇൻക്രിമെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അത് എത്ര ശതമാനം കൂടിയേ? 20%. അതായത് എൻ്റെ കയ്യിലിരിക്കുന്ന വൈ 100% അല്ലേ? ആ 100 ആകുന്നവൻ്റെ കൂടെ ഒരു എത്ര ശതമാനം കൂടിയിട്ടുണ്ട്? 20. അതായത് 120% കൂടി. ഓക്കെ അല്ലേ? ഇനി എനിക്കിവിടെ എന്തൊക്കെയാകുന്ന കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് ഒരു ധാരണയാക്കി എടുക്കുക. എടാ, താണ്ടേ ഒരു 0 വെട്ടി, ഇവിടെയും ഒരു 0 വെട്ടി. ഇവിടെ 25 കൊണ്ട് മുകളിലും താഴെയും വെട്ടിയാൽ ഇവിടെ 5 വരും, ഇവിടെ 4 വരും. ഇനി 4 കൊണ്ട് 12നെ വെട്ടിയാൽ ഇത് എത്ര വരും? 3 വരും. ഓക്കെ ആണോ? ഇനി അവിടെ എന്തുണ്ട്? കൃത്യമായിട്ടൊന്ന് പരിഗണിച്ച് നോക്കേ. I3 15/10 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1.5 XY എന്ന് വരും. ശരിയല്ലേ? എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും ഇവിടെ? 1.5 XY. സാധാരണഗതിയിൽ 1 XY എന്നായിരുന്നു നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. സാധാരണഗതിയിൽ നമുക്ക് എന്താ കിട്ടേണ്ടത്? 1 XY അല്ലെങ്കിൽ സിംപ്ലി XY ആയിരുന്നു എൻ്റെ എമൗണ്ട്. ഈ XY ആകുന്ന എമൗണ്ടിനകത്ത് അവിടെ ഇപ്പം എത്ര കൂടി? 1.5 XY കൂടി. അപ്പോൾ എന്ത് ചെയ്യണം? ചേഞ്ച് അറിയാൻ രണ്ടും കൂടെ കുറയ്ക്കണം. എത്രയാണ് എൻ്റെ ചേഞ്ച്? 0.5 XY. മക്കളെ, ഈ 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% കാണിക്കുന്നു. ചോദ്യത്തിൻ്റെ ആൻസർ അതുകൊണ്ട് എത്രയാണ് വരിക? 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 അല്ലേ? 1/2 എന്ന് പറയുന്നത് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 50% ആയി മാറും. അതാണ് ചോദ്യത്തിൻ്റെ ആൻസർ. കൃത്യമായിട്ട് മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടെ ചോദ്യം കൃത്യമാകുന്ന രീതിയിൽ ആ ഷോർട്ട് കട്ട് വെച്ച് ഞാൻ പറഞ്ഞു തരാം. എന്നെ ഒന്ന് കൃത്യമാകുന്ന രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ കാര്യങ്ങൾ പടപടാന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്താ പറയാനുള്ളതെന്നൊന്ന് നോക്കേ മക്കളെ. എടാ, മൃദുൽ എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. അയാളുടെ വർക്കിംഗ് അവേഴ്സ് 25% കൂടിയതിനോടൊപ്പം വർക്കിംഗ് വേജ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു? 20% കൂടി. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡെയിലി ഇൻക്രീസ് എന്താണ്? ഏർണിങ്സിനകത്തുള്ള ഇൻക്രിമെൻ്റ് എന്താണ്? മൊത്തത്തിൽ അയാൾക്ക് എത്ര കിട്ടും എന്ന് ചോദിച്ചാൽ, ഇൻക്രിമെൻ്റ് എത്രയാണ്, ഇൻക്രീസ് എത്ര സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇവിടെ എത്ര ഫാക്ടേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്? 2 ഫാക്ടേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ആദ്യത്തെ ആൾ എ ആണ്, രണ്ടാമത്തെ ആൾ ബി ആണെങ്കിൽ നെറ്റ് എഫക്റ്റ് 2 പേർക്കും ചേഞ്ച് ഉണ്ടായതുകൊണ്ട് നെറ്റ് എഫക്റ്റ് എന്തുണ്ടാകുമെന്ന് ചോദിച്ചാൽ A+B+AB/100 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. A+B പ്ലസ് AB/100 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അന്നേരം അവിടെ എന്ത് സംഭവിക്കും? ആദ്യത്തെ എത്ര ഇൻക്രിമെൻ്റ് വരുന്നത്? ആദ്യത്തെ 25ൻ്റെ ഇൻക്രിമെൻ്റ്. രണ്ടാമത് അവിടെ പെർ അവർ വേജിനകത്ത് വന്നത് എത്രയാ? 20 പ്ലസ് 25 ഗുണം 20 ഡിവൈഡഡ് ബൈ 100. അങ്ങോട്ട് എടുത്താൽ നമുക്ക് തെറ്റൂല. കൂട്ടുമ്പോൾ നമുക്ക് നെറ്റ് എഫക്റ്റ് എത്രയാന്ന് കിട്ടും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 50%. നമുക്കിവിടെ ഒരു 0 വെട്ടി, അവശേഷിക്കുന്നത് 10 അല്ലേ? 10 ഇവിടെ വെട്ടുമ്പോൾ 5 വരും. അപ്പോൾ ഇതെത്രയായി? 2 ആകും. ഇവിടെയും 5 ആകും. 20 20 40 45 5 എത്ര വരും ഇവിടെ? 50%. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. കണ്ടോ? 2 രീതി ഞാൻ പറഞ്ഞു. അപ്പോൾ മനസ്സിലാക്കുന്നു, നമ്മൾ പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷൻ അല്ലെ ഫ്രാക്ഷൻ ടു പെർസെൻറ്റേജ് രണ്ടിൻ്റെയും ആവശ്യം നമുക്കുണ്ട്.
രണ്ടായാലും നമുക്കതിനെ ആവശ്യമുണ്ട്. ഇവിടെ 2 ഫാക്ടറുകൾ ഒരേ സമയം ഒരു ചോദ്യത്തിനകത്ത് വരുന്ന 2 ഫാക്ടറുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചോദ്യത്തിനകത്ത് കാണാൻ പറ്റുന്നത്. ആ 2 ഫാക്ടറുകളുടെ നെറ്റ് എഫക്റ്റ് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും. ഒന്നിൻ്റെ ഇൻക്രിമെന്റ് കാരണം മറ്റതിനും ഇൻക്രിമെന്റ് തന്നെ സംഭവിക്കുന്നു എന്ന രീതിയിൽ ഒരു ബന്ധം അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ 2 ഫാക്ടറുകളെ കുറിച്ച് പറഞ്ഞ കണ്ടീഷൻ, നമ്മുടെ സാലറിയെ കുറിച്ച് പറയുന്ന കണ്ടീഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യാം. ഒരു എക്സാമ്പിൾ ആകുന്ന ഒരു ചോദ്യം കൂടെ തരാം. എടാ ഒരു എക്സാമ്പിൾ നോക്കണേ. ഒരാളുടെ സാലറി എന്ന് പറയുന്നത് ആദ്യം 10% എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അതിനുശേഷം എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ അയാൾക്ക് ഒരു 15% ഡിക്രീസ് ഉണ്ടായി സാലറിക്കകത്ത്. എന്തുണ്ടായി? 15% ഡിക്രിമെൻ്റ് ഉണ്ടായി സാലറിക്കകത്ത്. അങ്ങനെയാണെങ്കിൽ നെറ്റ് സാലറി ഇപ്പോൾ എന്താണ്, നേരത്തെ ഏറ്റവും ആദ്യത്തേതാകുന്ന സാലറിയുമായി പരിഗണിക്കുമ്പോൾ ഇപ്പം അയാൾക്ക് എന്ത് സാലറി ഉണ്ട്? ഇങ്ങനെയാകുന്ന ചോദ്യത്തിലും നമുക്ക് എന്ത് ചെയ്യാം, a+b+ab/100 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. പക്ഷേ ഡിക്രീസ് വരുന്നിടത്ത് നമ്പറിന് നെഗറ്റീവ് സൈൻ കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ നോക്കിയാൽ ഇവിടെ എന്താ സംഭവിക്കും, ഇൻക്രീസ് ആണ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് +10, ഡിക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം, -15. കണ്ടോടാ, ഇനി എന്തുണ്ട്, 15 × 10 ആണ്. എ ബി എന്ന് പറഞ്ഞാൽ 15 × 10, അവിടെയും സൈൻ നോക്കണം. അതുകൊണ്ട് 15-ന് മൈനസ് ഉണ്ടായത് കൊണ്ട് ആ മൈനസ് അവിടെ വരും. താണ്ട ഇനി എന്ത് ചെയ്യാം, 10 × 15/100 എന്നെടുക്കാം. കണ്ടോടാ, കാര്യങ്ങൾ പോയത് പോക്ക് കണ്ടോ. ഇനി എന്താ വരുന്നത്, 10 ന്ന് 15 പോയാൽ എത്ര വരും, 10 ന്ന് 15 പോയാൽ എത്ര വരും, -5. 10 ന്ന് 15 പോയാൽ എത്ര വരൂടാ, -5. ഓക്കെ അല്ലേ. 10-നകത്തു നിന്ന് 15 പോയാൽ എത്ര വരൂടാ, -5 വരും. ഇനി അവിടെ ആരുള്ള മൈനസ്, അവിടെ ആരുണ്ട്, താണ്ടെ ഒരു 0 വെട്ടി മാറ്റി. ഇനി അവിടെ അവശേഷിക്കുന്നത് ആര് മാത്രമാണ് മക്കളെ, 15/10 എന്ന് പറഞ്ഞാൽ എത്ര വരും, 1.5. അപ്പം നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത്, മൈനസ് അല്ലേ, അപ്പോൾ കൂട്ടണം. അപ്പോൾ എത്ര വരും, -6.5%. അതായത് നെറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ 6.5% എന്ത് ചെയ്യും, ആദ്യത്തെ സാലറിയിൽ നിന്ന് പിന്നെയും താഴേക്ക് വരും. 6.5%. ശരിക്കും അവൻ ഉണ്ടായിരുന്ന സാലറി എന്താണോ ആ സാലറിക്ക് അകത്ത് നിന്ന് ഒരു 6.5% എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും എന്നുള്ളതാണ് അവിടുത്തെ പോയിന്റ് വരുന്നത്. കണ്ടോ, അതൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യനാണ്. ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ചോദ്യം ചെയ്തിട്ടുള്ളത്. ഇവിടെ അവർ ആദ്യം പറയുന്നത് 25% എന്ത് ചെയ്തു, വർക്കിംഗ് അവേഴ്സിൽ കൂടുതലുണ്ടാക്കി. അതുപോലെ വേജ് എത്ര കൂട്ടി, 20 ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ എല്ലാം ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ് എല്ലായിടത്തും പ്ലസ് വരുന്നത്. അപ്പോൾ ഇനി എന്താ, 25 × 20/10 നെറ്റ് എഫക്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ ആൻസർ എത്ര വരൂടാ, 50% എന്ന് വരും. ഡൗട്ടുകളില്ലാതെ കൃത്യമായിട്ട് ധാരണ ഉണ്ടാക്കാൻ പറ്റിയല്ലോ. അപ്പോൾ ഈ ഒരു ചോദ്യം നല്ലതുപോലെ നോക്കി വെച്ചേക്കണേ. അടുത്തതാകുന്ന ചോദ്യം നോക്കിയടാ, എന്താ ഇവിടെ സംഭവിച്ചേക്കുന്നതെന്ന് നോക്കിയ മക്കളെ. എടാ, ഇൻ മെഷറിംഗ് ദ സൈഡ് ഓഫ് എ റെക്ടാങ്കിൾ എറർ ഓഫ് 10% ആൻഡ് 8% എന്താണ് 8% ഇൻ എക്സസ് ആർ മെയ്ഡ്. അതായത് സൈഡ് മെഷർ ചെയ്യുമ്പോൾ ഒരു റെക്ടാങ്കിളിന് എത്രയാകുന്ന സൈഡ് ഉണ്ട്, ലെങ്ത് എന്ന് പറയുന്ന ഒരാളുണ്ട് റെക്ടാങ്കിളിന്, അതുപോലെ ബ്രെഡ്ത്ത് എന്ന് പറയുന്ന ഒരാളുണ്ട് ആർക്ക്, റെക്ടാങ്കിളിന്. അങ്ങനെ ലെങ്തും ബ്രെഡ്ത്തും ഒരു റെക്ടാങ്കിൾ ആകുന്ന ആളിന് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ കാണിക്കുന്ന ആദ്യത്തെ 10%-ഉം രണ്ടാമത്തെ 8%-ഉം എക്സസ് ഉണ്ട് എന്ന് പറയുന്നത് ആദ്യത്തത് ലെങ്തിനും രണ്ടാമത്തത് ബ്രെഡ്ത്തിനും ആകാം. അതായത് ഒരേ ആളിനകത്തുള്ള 2 ഫാക്ടറുകൾ കണ്ടോ, പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫാക്ടറുകൾ. ലെങ്ത് എന്ന് പറയുന്നതിനകത്ത് ഇൻക്രിമെന്റ് സംഭവിച്ചാൽ എറർ എന്ന് പറയുന്നത് കണ്ടോ, ലെങ്തിനകത്ത് ഉണ്ടാകുന്ന എറർ ഏരിയക്കകത്തും പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, ബ്രെഡ്ത്തിനകത്ത് ഉണ്ടാകുന്നതും ഏരിയക്കകത്ത് പ്രശ്നം ഉണ്ടാകുന്നത്, രണ്ടുപേരുടെയും എറർ ഏരിയക്കകത്ത് എറർ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബന്ധം അവിടെ നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് എറർ കണ്ടുപിടിക്കാൻ നെറ്റ് എറർ എന്ന് പറയുന്നത് ഏരിയയിൽ എന്താകും എന്നാണ് ഇവിടുത്തെ ചോദ്യം. അങ്ങനെ ഏരിയക്കകത്ത് എന്താണ് എറർ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആ ഒരു റിലേഷൻ അവർക്കിടയിൽ ലെങ്തിനും ബ്രെഡ്ത്തിനും ഇടയിൽ ഉണ്ടായതുകൊണ്ട് ആ സെയിം റിലേഷൻ ആകുന്നതിന് വേണ്ടി നമുക്ക് എന്ത് തന്നെ ഉപയോഗിക്കാം, ഇക്വേഷൻ a+b+ab/100 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഡൗട്ടില്ലല്ലോ, a+b+ab/100 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഡൗട്ടില്ലേ, ഈ സെയിം ഇക്വേഷൻ ഇവിടെ ഉപയോഗിച്ചാൽ എന്തോ സംഭവിക്കും, എക്സസ് അല്ലേ, അപ്പോൾ എല്ലാം പ്ലസ് ഇട്ട് പറഞ്ഞാൽ അത് ഇൻക്രീസ് ആണ്, കൂടുതലാണ്. അപ്പോൾ എങ്ങനെ പറയും, 10 + 8 + 10 × 8 ÷ 100. ശ്രദ്ധിച്ചു നോക്കിയാൽ 10 8 18. താണ്ടെ ഓരോ 0 വീതം വെട്ടാം. ഇനി 8/10 ഉണ്ട്, അത് 0.8 എന്ന് വരും, ശരിയല്ലേ. അപ്പോൾ 18 + 0.8 എന്ന് പറയുന്നത് ആരാ മക്കളെ, 18.8%. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. കണ്ടോടാ, 18.8% ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. എന്തെങ്കിലും ആകുന്ന ഡൗട്ട് ഉണ്ടോ, 18.8% എന്നായിരിക്കും നെറ്റ് എഫക്റ്റ് വരുന്നത്. എത്ര ആയിരിക്കും വരിക, 18.8%. അവിടെ ഒരേ ഒരു ഇക്വേഷൻ്റെ കാര്യത്തിലാണ് നമുക്ക് ഒരു ധാരണ ഉണ്ടാക്കി വെക്കേണ്ടത്. ഇത് എന്താ, നെറ്റ് ഇൻക്രിമെന്റ് എത്രയാണെന്ന് അറിയാൻ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ a+b+ab/100. a+b+ab/100 എന്താ ഇക്വേഷൻ, a+b+ab/100. ഇത് വെച്ചിട്ടുള്ള ചോദ്യം ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. മനസ്സിലാക്കി മുന്നോട്ടേക്ക് വരിക കേട്ടോ.
അടുത്ത ചോദ്യം നോക്കിയടാ. ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുകയാണ്. ഇൻ ആൻ എക്സാമിനേഷൻ എന്താ മക്കളെ സംഭവിച്ചത്? ഇറ്റ് ഈസ് റിക്വയർഡ് ടു ഗെറ്റ് 33% ഓഫ് ദ മാക്സിമം. അവിടെ മൊത്തമാകുന്ന കണ്ടോ, ഗെറ്റ് 33% ഓഫ് ദ മാക്സിമം മാർക്ക് ടു പാസ്. അതായത് ഒരു പരീക്ഷ പാസ്സാകാൻ വേണ്ടി എത്ര ശതമാനം അവിടെ സ്കോർ ചെയ്യേണ്ടതുണ്ട് മക്കളെ? 33% അവിടെ സ്കോർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ ആണോ? എന്നാൽ എ സ്റ്റുഡൻറ്റ് ഗോട്ട് 130 മാർക്സ് ആൻഡ് ഡിക്ലെയർഡ് ഫെയിൽഡ് ബൈ 35 മാർക്സ്. അതായത് ഒരു സ്റ്റുഡൻറ്റ് എന്താ ചെയ്തേ? 130 മാർക്ക് വാങ്ങി ആൻഡ് വാസ് ഡിക്ലെയർഡ് ഫെയിൽഡ് ബൈ 35 മാർക്സ്. അതായത് 35 മാർക്ക് ഇനി വാങ്ങാൻ കുറവുണ്ട് എന്ന കാരണം കൊണ്ട് അവിടെ എന്ത് ചെയ്തു? തോറ്റുപോയി. ഒന്നുകൂടെ ചോദ്യം മൊത്തമായിട്ടൊന്ന് നോക്കേ. ഈ ചോദ്യത്തിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പല തവണയായിട്ട് പരീക്ഷകളിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. നോക്കേടാ, ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നു. ആ എക്സാമിനകത്ത് 33% മാർക്കാണ് സ്കോർ ചെയ്യേണ്ടത് പാസ്സാകാൻ വേണ്ടിയിട്ട്. ശരിയല്ലേ? ഇനി പറഞ്ഞു ഒരു സ്റ്റുഡൻറ്റിന് 130 മാർക്കാണ് നേടാൻ സാധിച്ചത്, പക്ഷെ തോറ്റു എന്നാണ് പറയുന്നത്. എങ്ങനെ തോറ്റു? 35 മാർക്കിന് തോറ്റു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ മാക്സിമം മാർക്ക് ഫോർ ദി എക്സാം എന്താണ്? വളരെ നിസ്സാരമാകുന്ന രീതിയിൽ പറയാം. അവിടെ 130 മാർക്ക് ആ കുട്ടി വാങ്ങി എന്നാണെങ്കിൽ അവിടെ ജയിക്കാൻ വേണ്ടത് ഒരു 35 മാർക്കും കൂടെ ആയിരുന്നു. അപ്പോൾ 130ൻ്റെ കൂടെ 35 കൂടെ കൂട്ടി എത്ര വരും? 165 എന്ന് വരും. അതായത് 33% എന്ന് പറയുന്നത് ആരാ മക്കളെ? ആ പറയുന്നവനാണ്. 33% എന്ന് പറയുന്നത് 165. പരീക്ഷയുടെ ടോട്ടൽ മാർക്ക് എപ്പോഴും ടോട്ടലിന് നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? 100 എന്ന പേരിട്ടാണ് വിളിക്കുന്നത്. 100%. ആ 100% ആരാണെന്ന് കോർണർ കട്ടിങ് വഴി കണ്ടുപിടിക്കുക. 33 ഗുണം 5 എന്ന് പറയുന്നത് ആരാ? അത് 165. അങ്ങനെയാണെങ്കിൽ 100 ഗുണം 5 എന്നെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ മാർക്സ് കിട്ടും. അത് എത്രയാ? അതാണ്ട് 500. എടാ 33 ഗുണം 5 165 അറിഞ്ഞുകൂടാത്തവരാരേലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് എന്താ ഉണ്ട് എന്നാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഗുണിച്ചു നോക്ക്. I3 15 5 ശിഷ്ടം 1 I3 15 1 16. കണ്ടോ? അല്ലേ മനസ്സുകൊണ്ട് 33 അതിനകത്ത് 30 എടുക്കണം. 30 ഗുണം 5 എന്ന് പറഞ്ഞാൽ 150. അത് കഴിഞ്ഞാൽ ഒരു 5 3 ഉണ്ട്. 5 ഗുണം 3 15. 150 15 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും ഇവിടെ? 165. വ്യക്തമാകുന്ന ധാരണ ഉണ്ടാകണമേ. ഒന്നുകൂടെ നോക്കടാ. ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നു. ആ എക്സാമിനകത്ത് 33% മാർക്കാണ് ഒരു കുട്ടി നേടേണ്ടത്. എന്നാൽ ഒരു കുട്ടി 130 മാർക്ക് വാങ്ങിയിട്ടും തോറ്റു എന്നാണ് പറയുന്നത്. 35 മാർക്കിന് തോറ്റു. അപ്പോൾ ജയിക്കാൻ ആ 35 മാർക്ക് കൂടെ കിട്ടിയായിരുന്നെങ്കിൽ സാധിച്ചേനെ. ജയിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? 33% മാർക്ക് നേടാൻ പറ്റുമായിരുന്നു. അതായത് ചോദ്യം പറയുന്ന 33% എന്ന് പറയുന്നത് 130 35 കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന 165 മാർക്കാണ്. എന്നാൽ 100 എന്ന് പറയുന്നത് ടോട്ടൽ മാർക്ക് ആണെങ്കിൽ ആ 100 എന്തിന് തത്തുല്യമാണ് എന്ന് നമ്മൾ അങ്ങോട്ട് കണ്ടുപിടിച്ച് പറഞ്ഞാൽ മതി. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? കട്ട് ചെയ്യണം, കോർണർ കട്ടിങ്. കണ്ട 33 165 വിട്ടുമ്പോൾ 5 വരും. ഇനി ഇവിടെ അവശേഷിക്കുന്നത് 1. ഇനി പറയാം 100 ഗുണം 5 ഡിവൈഡഡ് ബൈ 1. 100 ഗുണം 5 എത്ര? 500 ഡിവൈഡഡ് ബൈ 1 പിന്നെ പരിഗണിക്കണ്ടല്ലോ. ആൻസർ എന്ത് വരും ഇവിടെ? 500. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ എന്ന് വരും. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ എന്ന് വരും. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? നല്ലൊരു ചോദ്യം. അടുത്തതാകുന്ന ചോദ്യത്തിലേക്ക് പോവാം. ഇതും എക്സാം റിലേറ്റഡ് ആകുന്ന ഒരു ചോദ്യമാണ്. അതായത് ഒരു എക്സാമിനേഷൻ സംബന്ധമാകുന്ന രീതിയിൽ പെർസെൻറ്റേജിനെ കണക്ട് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യം. മക്കളെ നോക്കടാ. ഇൻ ആൻ എക്സാമിനേഷൻ എ സ്റ്റുഡൻറ്റ് സ്കോർഡ് 65% മാർക്സ് ആൻഡ് വാസ് 20 മാർക്സ് ബിലോ ദ ക്വാളിഫൈ മാർക്സ്. അതായത് 65% മാർക്ക് ഒരു കുട്ടി നേടിയിട്ടും ആ കുട്ടി 20 മാർക്കിന് തോറ്റു എന്നാണ് പറയുന്നത്. അതായത് നിലവിൽ 65% കൂടെ ഒരു 20 മാർക്ക് കൂടി അധികം നേടിയിരുന്നെങ്കിൽ എത്രയോ ഒരു ശതമാനമായേനെ. ആ ശതമാനം ഉണ്ടെങ്കിൽ ആ കുട്ടി ജയിച്ചേനെ. ഓക്കെ ആണോ? ഇനി എന്താ പറയുന്നത്? അനദർ സ്റ്റുഡൻറ്റ് സ്കോർഡ് 80% മാർക്സ് ആൻഡ് സ്കോർഡ് 5% മോർ ദാൻ ദ ക്വാളിഫൈങ് മാർക്സ്. വേറൊരു കുട്ടിക്ക് എന്താ സംഭവിച്ചേ? വേറൊരു കുട്ടി 80% മാർക്ക് വാങ്ങി. 80% മാർക്ക് വാങ്ങി. അത് ജയിക്കാൻ വേണ്ടുന്നതായ മാർക്ക് എന്താണോ അതിനേക്കാൾ 5% കൂടി അധികമാണ്. ഓക്കെ ആണോ? ജയിക്കാൻ എത്രയാ വേണ്ടുന്നേ? 65% കൂടെ എത്ര കൂടെ അധികം വാങ്ങണമായിരുന്നു? ഒരു 20 മാർക്ക് കൂടി അധികം വാങ്ങണമായിരുന്നു. ശരിയല്ലേ? എന്നാൽ 80% വാങ്ങിയ കുട്ടി 80% വാങ്ങിയതായ കുട്ടി എത്ര മാർക്ക് അധികം വാങ്ങി? 5% അധികം വാങ്ങി. എന്ന് പറഞ്ഞാൽ ആ 80%ത്തിൽ നിന്ന് 5% കുറച്ചാൽ എവിടെ വരും? 80%ത്തിൽ നിന്ന് 5% കുറച്ചാൽ എവിടെ വരും? 80%-നകത്തു നിന്ന് എന്താ പറയുന്നത്? 80%-നകത്തു നിന്ന് 5% കുറച്ചാൽ എവിടെ വരും? അത് ജയിക്കാനുള്ളതാകുന്ന ശതമാനത്തിൽ വരും. 80ൽ നിന്ന് 5 പോയാൽ എത്ര എന്നുള്ളത് ഞാൻ ഇനി പറഞ്ഞു തരേണ്ട കാര്യം വല്ലതും ഉണ്ടോ? 80ൽ നിന്ന് 5 പോയാൽ 75%. അതായത് ജയിക്കാൻ വേണ്ടുന്നത് എത്രയാടാ? 75%. ജയിക്കാൻ വേണ്ടുന്നത് എത്രയാടാ? 75%. ഇനി പറ, അവിടെ 75% ആകുന്നവ അതാണ്ട് അപ്പുറത്തേക്ക് പോയി. 65 അങ്ങ് അപ്പുറം കൊണ്ടുപോകും. 75 മൈനസ് 65 എത്രയാ മക്കളെ വരുന്നത്? 75ഉം 65ഉം തങ്ങളിലുള്ള വ്യത്യാസം എത്രയാ വരുന്നത്? ഒന്ന് പറഞ്ഞേടാ. നോക്കിക്കോണേ. 65%-ൻ്റെ കൂടെ ഒരു
20 മാർക്ക് കൂടി കൂട്ടുമ്പോൾ 80ൽ നിന്ന് 5 കുറച്ചാൽ 75% വന്ന് നിൽക്കുമെന്നാണ് പറഞ്ഞത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 75% ഒപ്പം ഈ 65 അങ്ങ് അപ്പുറം കൊണ്ടുപോയാൽ എന്തോ സംഭവിക്കൂടാ? 75% മൈനസ് 65% എന്ന് കിട്ടും. ഇത് രണ്ടിൻ്റെയും കൂടെ ശതമാനത്തിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 10% എന്നാണ് വരുന്നത്. ഈ 10% ആയതുകൊണ്ട് ആർക്ക് തുല്യമാണെന്ന് നമുക്ക് മേളിൽ കിട്ടുന്നുണ്ട്? 20 മാർക്കിന് തുല്യമാണ്. 10% 20 മാർക്കിന് തുല്യമാണെങ്കിൽ 100% എന്തിന് തുല്യം? അതല്ലേ പരീക്ഷയുടെ ചോദ്യം. ഓക്കെ അല്ലേ? എന്താ ചോദിച്ചേക്കുന്നത്? ടോട്ടൽ മാർക്സ് ഓഫ് ദി എക്സാം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഒന്നുമില്ല, കോർണർ കട്ടിങ് പ്രകാരം ദാണ്ട് ഓരോ 0 വെട്ടി 100ൻ്റെ ഇരട്ടി എത്രയാണെന്ന് അങ്ങോട്ട് എഴുതിയാൽ മതി. കാര്യം എന്താ? 100 × 2 എത്രയാണോ അതങ്ങോട്ട് എഴുതിയാൽ മതി. എത്ര വരും ഇവിടെ? 200 എന്ന് വരും. എത്ര വരും? ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 200 എന്ന് വരും. ഓക്കെ ആണോ? ചോദ്യം വളരെ വ്യക്തമാകുന്ന ധാരണയിൽ വേണം മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ. ഒരു പരീക്ഷയ്ക്കകത്ത് ജയിക്കാൻ ഇത്രയാകുന്ന ശതമാനമുണ്ട്, അത്രയാകുന്ന ശതമാനത്തിനകത്തേക്ക് എത്താൻ ഇത്രയാകുന്ന മാർക്കിൻ്റെ കുറവുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇക്വേഷൻ ബാലൻസ് ചെയ്ത് വേണം മുമ്പോട്ടേക്ക് പോകാൻ. ഈ ഭാഗത്ത് ഒരാളുണ്ടാകും, ഈ ഭാഗത്തും ഒരാളുണ്ടാകും. രണ്ടുപേരെയും ഇക്വേറ്റ് ചെയ്യാനുള്ളതാകുന്ന ഒരു കണ്ടീഷൻ കൂടി അവിടെ പറഞ്ഞിട്ടുണ്ടാകും. ടാലിയാക്കി എടുത്ത് വേണം മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ. മക്കളെ, അടുത്തതാകുന്നൊരു ചോദ്യം നോക്കേടാ. ഇത് വെൻ ഡയഗ്രം വരച്ച് ചെയ്യുന്നൊരു ചോദ്യമാണ്. വെൻ ഡയഗ്രം വരച്ച് ചെയ്യുന്നതാകുന്നൊരു ചോദ്യമാണ്. വ്യക്തമാകുന്ന ധാരണ ഉണ്ടാക്കി വെച്ചേ. എന്താടാ സംഭവിക്കുന്നത് അവിടെ? എടാ, ഇൻ ആൻ എക്സാമിനേഷൻ, ഒരു പരീക്ഷ നടത്തുന്നുണ്ട്, ഒരു എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. ആ പരീക്ഷയ്ക്കകത്ത് എന്താ സംഭവിക്കുന്നത്? ആ പരീക്ഷയ്ക്കകത്ത് 41% കുട്ടികൾ തോക്കുന്നു. ആർക്ക് തോക്കുന്നു? എക്കണോമിക്സിന് തോക്കുന്നു. 35% കുട്ടികൾ തോൽക്കുന്നു. ആർക്ക്? ജോഗ്രഫിക്ക് തോക്കുന്നു. 39% കുട്ടികൾ ആർക്ക് തോക്കുന്നു? ഹിസ്റ്ററിക്ക് തോക്കുന്നു. 5% കുട്ടികൾ എല്ലാ വിഷയത്തിനും തോക്കുന്നു. എന്തെന്നാ പറഞ്ഞേ? 5% കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ വിഷയത്തിനും തോക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? എല്ലാ വിഷയത്തിനും തോക്കുന്നുണ്ട്. ഓൾ 3 സബ്ജക്ട്സ്. ഇനി 2 വിഷയങ്ങൾക്ക്, ഏതെങ്കിലും 2 വിഷയത്തിന് തോറ്റ ആളുകൾ 14% എക്കണോമിക്സിനും ജോഗ്രഫിക്കും തോറ്റു. 21% ആർക്കൊക്കെ തോറ്റു? ജോഗ്രഫിക്കും ഹിസ്റ്ററിക്കും തോറ്റു. 18% ആർക്കൊക്കെ തോറ്റു? ഹിസ്റ്ററിക്കും എക്കണോമിക്സിനും തോറ്റു. എന്നാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഹു ഫെയിൽഡ് ഇൻ എക്കണോമിക്സ് ഉള്ളി, എക്കണോമിക്സ് ആകുന്ന വിഷയത്തിൽ മാത്രമായി തോറ്റുപോയ കുട്ടികൾ എത്ര പേര് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ്ട് അതിൻ്റെ മലയാളം കൂടി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാം? അതിൻ്റെ വെൻ ഡയഗ്രം ആകുന്നവനെ വരയ്ക്കാം. മക്കളെ, ഈ വെൻ ഡയഗ്രം എന്ന് പറയുന്ന സാധനം ഒന്ന് മനസ്സിലാക്കിയേക്കണേ. എത്ര സർക്കിൾസ് വരയ്ക്കണം നമ്മളവിടെ? 3 സർക്കിൾസ് വരയ്ക്കണം കേട്ടോ. എത്ര സർക്കിൾ വരയ്ക്കണം? 3 സർക്കിൾ. എന്നിട്ട് നമ്മൾ പറയേണ്ടത് എന്താണ്? ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. എടാ, ഞാനേ ഇത് വലുതാക്കി വരയ്ക്കാമേ, അതായിരിക്കും നല്ലത്. കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി വരയ്ക്കാമേ. ഓക്കെ, ഇങ്ങോട്ടൊന്ന് നോക്കേടാ. ഇതാണ്ടേ മക്കളെ, ഇതാണ് ഫസ്റ്റ് സർക്കിള്, ഇതാണ് സെക്കൻഡ് സർക്കിള്, ഇതാണ്. എടാ, എന്നിട്ടും വലുതായില്ലേ? എന്നാൽ ഒന്നുകൂടെ വലുതാക്കാം. ശരി, ഇങ്ങോട്ടൊന്ന് നോക്കിക്കോ. ഇതിനകത്ത് വരയ്ക്കാനുള്ള സംവിധാനങ്ങൾ വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല മക്കളെ. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ വരയ്ക്കാം. ഇതാണ് ഫസ്റ്റ് സർക്കിള്, ഇതാണ് സെക്കൻഡ് സർക്കിള്, ഇതാണ് തേർഡ് സർക്കിൾ. ഇതിൽ ആദ്യത്തെ സർക്കിൾ ആരെ ഉദ്ദേശിച്ച്? എക്കണോമിക്സിനെ ഉദ്ദേശിച്ച്. അടുത്ത സർക്കിൾ ഏതിനെ ഉദ്ദേശിച്ച്? ജോഗ്രഫിയെ ഉദ്ദേശിച്ച്. മൂന്നാമത്തെ സർക്കിൾ എന്ന് പറയുന്നത് ആരെ ഉദ്ദേശിച്ച്? ഹിസ്റ്ററിയെ ഉദ്ദേശിച്ച്. ഇനി നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് എല്ലാ വിഷയങ്ങൾക്കും തോൽക്കുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 5ആണ്. ഇനി അതുപോലെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തൊക്കെ പറയുന്നുണ്ട്? എക്കണോമിക്സിനും ജോഗ്രഫിക്കും തോറ്റ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് എല്ലാം പറയാം കേട്ടോ. ചോദ്യത്തിനകത്ത് പറഞ്ഞിട്ടുള്ളതാകുന്ന എല്ലാ കാര്യങ്ങളും പറയും. എക്കണോമിക്സിനും ജോഗ്രഫിക്കും തോറ്റ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എക്കണോമിക്സിനും ജോഗ്രഫിക്കും തോറ്റ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 14% പറയുന്നുണ്ട്. അതുപോലെ പിന്നെ പറയുന്നത് എന്താ? എക്കണോമിക്സിനും ഹിസ്റ്ററിക്കുമായിട്ട് തോറ്റ ആളുകളുടെ എണ്ണം പറയുന്നുണ്ട് 18% എന്ന് പറയുന്നുണ്ട്. അതുപോലെ ജോഗ്രഫിക്കും ഹിസ്റ്ററിക്കുമായിട്ട് തോറ്റ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത്, ജോഗ്രഫിക്കും ഹിസ്റ്ററിക്കും തോറ്റ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 21% എന്ന് പറയുന്നുണ്ട്. ഇനി അവിടെ പറയുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാ? എക്കണോമിക്സ് ആകുന്ന വിഷയത്തിന് മൊത്തത്തിൽ, അതായത് എക്കണോമിക്സിന് മാത്രമെന്നുള്ളതല്ല, മറ്റു വിഷയങ്ങൾക്ക് തോറ്റ, എന്നാൽ എക്കണോമിക്സിനും തോറ്റ, അല്ലെങ്കിൽ എക്കണോമിക്സിന് മാത്രം തോറ്റ എന്നൊക്കെ എല്ലാ ആളുകളും കൂടെ വരുന്ന ഒരു കണ്ടീഷനാണ് പറയുന്നത്. എക്കണോമിക്സിന് മൊത്തം എത്ര പേര് തോറ്റു എന്നാണ് പറയുന്നത്? എക്കണോമിക്സിന് മൊത്തം 35% ആകുന്ന ആളുകൾ തോറ്റു. അതുപോലെ നമ്മുടെ ജോഗ്രഫിക്ക് മൊത്തം എത്ര പേര് തോറ്റിട്ടുണ്ട്? 39% ആകുന്ന ആൾ തോറ്റിട്ടുണ്ട്. ഹിസ്റ്ററിക്ക് എത്ര പേര് തോറ്റിട്ടുണ്ട്? ഹിസ്റ്ററി ആകുന്ന വിഷയത്തിന് മൊത്തത്തിലൊരു എത്രയാടാ തോറ്റേക്കുന്നത്? സാമ്പത്തിക ശാസ്ത്രത്തിന് സോറി അവിടെ തിരിഞ്ഞാ വരുന്നത് അല്ലേ? ഓക്കെ 41% ആകുന്ന ആളുകളാണ് എക്കണോമിക്സിന് തോറ്റെ. 39 പേര് ഇവിടെ, 35 പേര് ഹിസ്റ്ററിക്ക് തോറ്റു. ഇത്രയും കാര്യങ്ങളല്ലേ അവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ അല്ലേ? അല്ല, തിരിച്ചല്ലേ? അവിടെ പിന്നെയും വാല്യൂ തെറ്റല്ലേ?
39 അല്ലല്ലോ, 35 പേര് ജോഗ്രഫിക്ക് തോറ്റു, 39 ഹിസ്റ്ററിക്കും തോറ്റു. ഇനി പറയുന്നു ഓൾ സബ്ജക്ട്സിന് തോറ്റ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 5. ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ടാലി ചെയ്ത് നോക്കേ. എല്ലാം കൂടെ കോമൺ ആയിട്ട് വരുന്ന ഏരിയ ഏതാണ്? അതാ ഈ ഒരു ഏരിയ, എല്ലാ വിഷയങ്ങൾക്കും തോറ്റവരെ കുറിച്ച്. ഈ ഒരു ചോദ്യം പറയുന്നത് തോറ്റവരുടെ ചരിത്രം മാത്രമാണ്. അതുകൊണ്ട് തോറ്റ ആളുകളെ കുറിച്ച് എഴുതേണ്ടതായ സ്ഥലം എന്ന് പറയുന്നത് ഈ നടുക്ക് കിടക്കുന്ന സ്ഥലമാണ് 5. അവിടെ ഞാൻ എന്തെന്ന് എഴുതി? 5 എന്ന് എഴുതി. ഓക്കെ അല്ലേ? അവിടെ മൊത്തത്തിൽ ഞാൻ എന്തെന്ന് എഴുതി? 5 എന്ന് എഴുതി. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, 5 എന്ന് ഞാനിവിടെ എഴുതി കഴിഞ്ഞു. ഇനി എന്താ ശ്രദ്ധിക്കണ്ടേ? എക്കണോമിക്സ്, ജോഗ്രഫി എന്നീ വിഷയങ്ങൾക്ക് 2 എണ്ണത്തിന് തോറ്റ ആളുകൾ ആരൊക്കെ? 14% എന്നല്ലേ പറഞ്ഞു? അവിടെ ഒന്ന് ശ്രദ്ധിച്ചേ മക്കളെ. 14% എന്ന് ഞാൻ അവിടെ പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? മൊത്തമാകുന്ന 5% ഇല്ലേ, ആ 5% കുറച്ചിട്ട് വേണം ഈ 14നെ ആ ഫിഗറിൽ മാർക്ക് ചെയ്യാൻ. അതായത് ഞാൻ ഇങ്ങോട്ട് നോക്കേ, 5 14 5 പോയി എത്ര പേരുടെ? 9. ഇനി പറ, അതാണ്ട് എക്കണോമിക്സ് ഇതാ മൊത്തത്തിൽ എത്ര പേര്, അതുപോലെ ജോഗ്രഫിക്ക് കോമൺ ആയിട്ട് എത്ര പേര്? ഇതാ ഇത്രയും ആകുന്ന ഭാഗത്ത് എക്കണോമിക്സിനും ജോഗ്രഫിക്കും കൂടെ തോറ്റ ആളുകളുടെ എണ്ണം 14 വരണം. കണ്ടോ? 9 5 14 വരുന്നുണ്ട്. കണ്ടോ? അതുപോലെ ഇതേപോലെ തന്നെ 18 2 2 18 5 നിന്നും കുറയ്ക്കുമ്പോൾ എത്ര വരൂടാ? എക്കണോമിക്സും ഹിസ്റ്ററിയും തോറ്റ ആളുകളുടെ എണ്ണം കിട്ടും. എക്കണോമിക്സും ഹിസ്റ്ററിയും കൂടെ തോറ്റ ആളുകളുടെ എണ്ണം എത്ര വരുന്നത്? 13 എന്നാ വരുന്നത്. ഡൗട്ടില്ലേ? അതെന്താ പറഞ്ഞത്? താണ്ടേ 13 5 കൂടെ മൊത്തത്തിൽ എടുക്കുമ്പോൾ എത്ര വരണം? 18 വരണം. എല്ലാത്തിനും തോറ്റതും എക്കണോമിക്സിനും ഹിസ്റ്ററിക്കും മാത്രം തോറ്റവരുടെ എണ്ണം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം? തനിത്തനിയായിട്ട് എടുക്കണം. എല്ലാം കൂടെ തോറ്റവരെ പ്ലസ് എക്കണോമിക്സിനും ഹിസ്റ്ററിക്കും മാത്രം തോറ്റവരെ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എക്കണോമിക്സും ഹിസ്റ്ററിക്കും മൊത്തത്തിൽ എത്ര പേര് തോറ്റു എന്നുള്ളത് കിട്ടും. ഓക്കെ അല്ലേ? ഇനി അതുപോലെ തന്നെ അടുത്ത ആളെ നോക്ക്. ജോഗ്രഫി, ഹിസ്റ്ററി 21 5 പോട്ടെ, അത് എത്ര പേരൂടാ? 17 എന്ന് വരും. കണ്ടോ? 21 എത്ര പോയി? 17 എന്ന് വരും. ഇനി എന്ത് ചെയ്യണമെന്നറിയാമോ? ഇനി നമ്മൾ മൊത്തത്തിൽ എണ്ണണം. ദാണ്ടേ ഇവിടെ ഇപ്പോൾ എക്കണോമിക്സിന് മൊത്തത്തിൽ എത്ര പേരാ തോറ്റേ? 41 പേരാണ്. 41% ആളുകളാ തോറ്റേന്ന് പറയുന്നുണ്ട്. അവിടെ നമ്മളിനി എങ്ങനെ കൂട്ടണമെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഈ വട്ടത്തിൽ കിടക്കുന്ന എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇത്രയും ആകുന്ന വട്ടത്തിൽ കിടക്കുന്ന ആളുകളല്ലേ, അതിനകത്ത് വന്ന ആളുകളെല്ലാം കൂടെ കൂട്ടെ. 9 5 14, 14 10 24 3 27. അതായത് 13 5 9 കൂടെ കൂട്ടുമ്പോൾ 27. 41-നകത്തേക്ക് എത്താൻ ഇനി എത്ര കുറവുണ്ട്? 41-നകത്തേക്ക് എത്താൻ 27ൻ്റെ കൂടെ ഒരു 14ൻ്റെ കുറവ്. അതാണ് എക്കണോമിക്സിന് മാത്രം തോറ്റ ആളുകളുടെ എണ്ണം. എക്കണോമിക്സിന് മാത്രം തോറ്റ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇത്രയും വരും. ഏതാ? എക്കണോമിക്സിന് മാത്രം തോറ്റത്, അതായത് ഒരു മേഖലയുമായിട്ട് ബന്ധമില്ലാത്ത. വെൻ ഡയഗ്രം ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. ആണ്. അതിനകത്ത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ ഒരു സാധനം തന്നിട്ടുണ്ടാകും. ഡൗട്ടൊന്നുമില്ലേ? വ്യക്തമായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് തന്നിട്ടുണ്ടാകും. 14 എക്കണോമിക്സിന് മാത്രം തോറ്റ ആളുകളുടെ എണ്ണം. അതുകൊണ്ട് ചോദ്യത്തിന് ആൻസർ എന്ന് പറയുന്നത് 14%. ഓക്കെ അല്ലേ? ഇനി വേറെ വിഷയങ്ങൾക്കൊക്കെ തോറ്റ ആളുകളെ ഇനി എങ്ങാനും ചോദിച്ചാലോ? അതുകൊണ്ട് അതുകൂടെ ഒന്ന് നോക്കിക്കോ. 9 5 14 10 എത്ര വരും? 24 24 7 എത്ര വരും? 31 ഇനി 35ലേക്ക് എത്താൻ ഇനി 4ൻ്റെ കുറവ്. അതുകൊണ്ട് ഇവിടെ എത്ര ആയിരിക്കും വരുന്നത്? 35 അല്ലേ? അപ്പോൾ അവിടെ ഒരു 4ൻ്റെ കുറവുണ്ട്. ഇനി അവിടെ എന്താ? 39 ആകുമ്പോൾ എത്ര വരും? 13 5 18 17 17 34 1 35 എന്ന് പറയുന്ന ആള് എവിടേക്കാ എത്തണ്ട? 39-നകത്തേക്ക് എത്താൻ എത്രൻ്റെ കുറവുണ്ട്? എത്രൻ്റെ കുറവുണ്ടടാ? 13 5 18 18 18 36 നോക്കുമ്പോൾ 35 അല്ലേ? ഇനി അവിടെ ഒരു 4ൻ്റെ കുറവുണ്ട് അല്ലേ? ഇവിടെ എത്രൻ്റെ കുറവാ? അയ്യോ, ഞാൻ എണ്ണിയത് തെറ്റിപ്പോയി അല്ലേ? 9 5 14 10 എത്ര വരും? 9 5 14 10 എത്ര വരും? 24 7 എത്ര? 31 35ലേക്ക് എത്താൻ ഇനി ഒരു 4ൻ്റെ കുറവല്ലേ ഉള്ളൂ. ശരിയല്ലേ നമ്മൾ പറഞ്ഞേ? ആണ്. 13 5 18 10 28 7 എത്ര വരും? 35 വരും. 35 കഴിഞ്ഞാൽ 4. ഇനി 9 5 14 7 21 21 10 31 4 35. ഓക്കെ അല്ലേ? അപ്പോൾ ഏറെക്കുറെ ഈ ഒരു ഡീറ്റെയിലിനകത്ത് അതാ നോക്കണം. അതാ എല്ലാം കൂടെ കൂട്ടുമ്പോൾ കറക്റ്റ് വരണം. ഇതൊന്ന് നോക്കിയാൽ മതി. എന്താ വരുന്നത്? 9 14 ഇവിടെ 17 അല്ലേ വരുന്നത്? അല്ലല്ലോ, 17 അല്ല മക്കളെ, ഇവിടെ 16 വരുന്നത് കേട്ടോ. ഇവിടെ 16. കാര്യം എന്താണെന്നുള്ളത് ഞാനത് കൂട്ടിപ്പോയപ്പോൾ അതിനകത്ത് തെറ്റിപ്പോയതാ. നിങ്ങളത് ശ്രദ്ധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അവിടെ എങ്ങനെയാണ് നമ്മൾ എടുത്തത്? 21-നകത്ത് നിന്ന് 5 പോയാൽ 16 അല്ലേടാ വരണ്ടേ? 21 5 കുറച്ചാൽ 16 കേട്ടോ. പക്ഷേ ഈ ചോദ്യവും ആ 16-ആയിട്ട് യാതൊരു ബന്ധവുമില്ല. കാര്യം ചോദ്യത്തിൻ്റെ ഉത്തരം 14, അതിനകത്ത് മാറ്റമൊന്നുമില്ല കേട്ടോ. ശരി, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ അല്ലേ? സ്വാഭാവികമായിട്ട് ഇങ്ങനെ വരാനുള്ള തെറ്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു വെരിഫിക്കേഷൻ കൂടെ അവിടെ നടത്തണം കേട്ടോടാ. എന്നാലേ അത് കറക്റ്റാകുന്ന രീതിയിൽ പോകത്തുള്ളൂ. മാക്സിമം തെറ്റ് വരില്ല. പിന്നെ നമ്മൾ പെട്ടെന്ന് ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റ് വന്നാലെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ എനിക്കെങ്ങനെയാണ് തെറ്റ് വന്നത്? പക്ഷേ ആ തെറ്റ് എനിക്കത് ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായില്ലേ? അത് അവിടെ തെറ്റുണ്ടെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതുപോലെ നിങ്ങൾക്കും പ്രാക്ടീസ് ചെയ്താൽ തിരിച്ചറിയാൻ പറ്റും. കാര്യമായിട്ട് ചെയ്തു പോകുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കേടാ. ഒരു ലയൺസ് ക്ലബ്ബ് എന്ന് പറയുന്നൊരു സെറ്റപ്പ് ഉണ്ട്. എന്താടാ പറഞ്ഞേക്കുന്നത്? ലയൺസ് ക്ലബ്ബ് എന്ന് പറയുന്നൊരു സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, അവിടെ 70% ആകുന്ന മെമ്പേഴ്സുകളും യങ് ആണ്.
30% മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഓടാണ്. അവിടെ ഓഡ് മെമ്പേഴ്സുകളുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 40 ആണ്. യങ് മെമ്പേഴ്സിൻ്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 20 ആണ്. എങ്കിൽ ആവറേജ് ഏജ് ഓഫ് ഓൾ ദ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ നമുക്ക് ഏതാകുന്ന രീതി ഉപയോഗിക്കാം? നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ നമുക്ക് മിക്സേഴ്സ് ആൻഡ് അലിഗേഷൻ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. അല്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് മെത്തേഡ് ഉപയോഗിക്കാം? ഞാനത് ഒരു റാൻഡം ആകുന്ന രീതിയിൽ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം ആവറേജ് എന്ന് പറയുന്ന ആളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സം ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ എന്ന് പറയുന്ന സാധനമാണ് എന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. സം ഡിവൈഡഡ് ബൈ നമ്പർ ആണ്. ശരിയല്ലേ മക്കളെ? ആണ്, സം ഡിവൈഡഡ് ബൈ നമ്പർ ആണ്. ഇനി അവിടെ നമുക്ക് മനസ്സിലാക്കാൻ എന്താ ഉള്ളത്? ഇവിടെ 2 പേരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ചോദ്യം പ്രകാരം ആവറേജ് എന്ന് പറയുന്നത് സം ഓഫ് യങ് എന്ന് പറയുന്ന ആളുകൾ എത്രയുണ്ടോ അവരുടെ ഏജിൻ്റെ സമ്മ് പ്ലസ് സം ഓഫ് ഓൾഡ് ആകുന്ന ആളുകൾ എത്ര പേരുണ്ട് അവരുടെ എന്താണ് ഏജിൻ്റെ സമ്മ് ഡിവൈഡഡ് ബൈ എന്ത് വരും ഇവിടെ? ടോട്ടൽ ശതമാനത്തിലാണ് പറയുന്നത്. 70 30 എന്ന്. അപ്പോൾ 70 30 കൂടെ കൂട്ടുമ്പോൾ 100% എന്നുള്ള രീതിയിൽ. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരിക. ഞാനിതിനെ മിക്സേഴ്സ് ആൻഡ് അലിഗേഷൻസും വെച്ചും ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലാതെ നോർമൽ ആകുന്ന മെത്തേഡ് വെച്ച് ഞാനിത് ചെയ്ത് കാണിക്കാം. ഓക്കെ അല്ലേ? ഇനി നോർമൽ മെത്തേഡ് ആദ്യം നോക്കേ. സം ഓഫ് യങ് അറിയാം. അവിടെ സമ്മ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ അല്ലേ? ആണ്, ആവറേജ് ഇൻറ്റു നമ്പർ അല്ലേ? ആണ്. അപ്പോൾ യങ്ങിൻ്റെ സം എത്ര വരും? ആവറേജ് ഇൻറ്റു നമ്പർ. യങ്ങിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ചോദ്യത്തിനകത്ത് എത്രയെന്ന് മക്കളെ പറയുന്നത്? 20. എത്ര പേരുണ്ട് യങ് ആയിട്ട്? 70 പേര്. അപ്പോൾ 20 ഗുണം 70 കണ്ടോടാ, പ്ലസ് അവിടെ ഓൾഡ് ആകുന്നത് എത്ര ആളുകളാണ്? ഓൾഡ് ആകുന്നത് എത്ര ശതമാനമാകുന്ന ആളുകളാണ്? 30% ഓട് എന്ന് പറയുന്നത്. സോ 30 ഇൻറ്റു അവിടെ എത്ര എണ്ണം 30 പറയുന്നുണ്ട്. ആവറേജ് ഏജ് എത്ര എന്നാണ് പറയുന്നത്? 40 എന്നും പറയുന്നുണ്ട്. കണ്ടോ 30 ആകുന്ന ആളുകളാണ് അവിടുത്തെ ഓട്. ആവറേജ് ഏജ് 40 ആണ്. ദ ഹോൾ ഡിവൈഡഡ് ബൈ 100. കണ്ടോടാ. ഇനി ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ നോക്കുക. അതാണ്ട് 2 0 വെട്ടി, 2 0 വെട്ടി, താഴത്തെയും 2 0 വെട്ടി. അവശേഷിക്കുന്നത് 7 2 14 പ്ലസ് 4 എത്ര വരും? 12. 12ഉം 14 കൂട്ടുമ്പോൾ 26. സോ ഇതിൻ്റെ ആൻസർ എത്രയാണ് വരിക? 26. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ വരിക. ഡൗട്ടൊന്നുമില്ലേ? എന്നാൽ ഇതിന് മറ്റൊരു ഓൾട്ടർനേറ്റ് ആകുന്ന രീതി കൂടിയുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ വ്യക്തമാക്കിയൊരു ധാരണയാക്കി തരാമേ. ഇങ്ങോട്ട് നോക്കിയടാ, എന്താ ഇവിടെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇവിടെയുള്ള ആളുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് 70ഉം 30ഉമാണ്. 70 ഉള്ള ആൾ ആരാണ്? 70 ഉള്ളതാകുന്ന ആൾ ആരാണ്? യങ് ആകുന്ന ആളുകളാണ് 70 ആകുന്നത്. ശരിയല്ലേ? 70 എന്ന് പറയുന്നത് യങ് ആയിട്ടുള്ള ആളുകളാണ്. ഇവിടെ ഓൾഡ് ആകുന്ന ആളുകൾ എന്ന് പറയുന്നത് 30. ഇനി ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ് വരിക? 7:3. മക്കളെ, ഈ ഒരു റേഷ്യോയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മിക്സിംഗ് റേഷ്യോ എന്ന് വിളിക്കും. ഓക്കെ ആണോ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആവറേജുകൾ എഴുതുക. യങ് ആകുന്ന ആളുകളുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 20 ആണ്. അതുപോലെ ഓഡ് ആകുന്ന ആളുകളുടെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്. ആണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേ. അതാണ്ട് 20 ആകുന്നത് യങ്ങിൻ്റെ ആവറേജ് ആണ്. ഓൾഡ് ആകുന്ന ആളുകളുടെ ആവറേജ് എന്ന് പറയുന്നത് 40 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്ന ടോട്ടൽ ആവറേജ് അങ്ങോട്ട് എക്സ് എന്ന് അങ്ങോട്ട് എഴുതി വെക്കണം. ആ മിക്സേഴ്സ് ആൻഡ് അലിഗേഷൻ അറിയാം. അതുകൊണ്ട് ഞാനിത് ഇത്രയും ലാഘവത്തിൽ നമ്മൾ പറയുന്നത്. വലുതാകുന്ന സംഖ്യ 40. അതുകൊണ്ട് 40 മൈനസ് എക്സ് എവിടെ എഴുതണം? ദാണ്ട് ഇവിടെ എഴുതണം. ഇനി എക്സ് മൈനസ് 20 എവിടെ എഴുതണം? ദാ ഇവിടെ എഴുതണം. ഓക്കെ ആണോ? ഇതിൻ്റെ നടുക്കൊരു ഈസ്റ്റു. ഇനി ഈ പറയുന്ന 40 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 20 എന്ന് പറയുന്നത് ആർക്ക് തുല്യമായിരിക്കും? 7/3 തുല്യമായിരിക്കും. ശരിയാണല്ലോ? ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവനെ ഒന്ന് കൂട്ടിയെടുക്കാം. ദാണ്ടേ ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3നെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ എത്ര വരും ഇവിടെ? 120 മൈനസ് 3x സമം ഇവിടെ 7x മൈനസ് 7 2 14 ദാറ്റ് ഈസ് 140 എന്ന് വരും. ഇനി എക്സുകളെ എല്ലാം ഒരേ സൈഡിൽ, നമ്പറിനെ എല്ലാം ഒരു സൈഡിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10x എന്ന് പറയുന്നത് 140ഉം 120 കൂടെ കൂട്ടുമ്പോൾ 260. എക്സ് എന്ന് പറയുന്നത് എത്ര വരും മക്കളെ? 26. 2 രീതിയിൽ ചെയ്താലും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തേ വരത്തുള്ളൂ? 26. ഒരു കാര്യം മനസ്സിലാക്കുക, 2 ഇൻഡിവിജ്വൽ വാല്യൂസ്, എത്ര വാല്യൂസാണ്? 2 ഇൻഡിവിജ്വൽ ആകുന്ന വാല്യൂസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടോട്ടൽ ആകുന്ന വാല്യൂയും തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ടോട്ടൽ ആകുന്ന ആളിനെ കണ്ടുപിടിക്കണം. ഇനി അതിനോടൊപ്പം ഒരു മിക്സിംഗ് റേഷ്യോയുടെ കാര്യവും അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും? പറഞ്ഞിട്ടുണ്ടാകും. ഇങ്ങനെയാകുന്ന 3 കാര്യങ്ങൾ ഒരു ചോദ്യത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയാൽ അവനെ നമുക്ക് മിക്സേഴ്സ് ആൻഡ് അലിഗേഷൻ വഴിയാണ് ചെയ്യുന്നത്. ഈ മിക്സിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു 10 കിലോ അരി എടുത്തു, ഒരു വെറൈറ്റി, വേറൊരു തരത്തിലുള്ള വേറൊരു ടൈപ്പ് ഓഫ് അരി എടുത്തു, ഒരു 15 കിലോ, രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്യുന്നു.
എന്നിട്ട് ആദ്യത്തെ കിലോയ്ക്ക് ഇത്ര രൂപ, രണ്ടാമത്തെ ടൈപ്പ് അരിക്ക് 1 കിലോയ്ക്ക് ഇത്ര രൂപ, എങ്കിൽ മിക്സ് ചെയ്തതാകുന്ന സാധനത്തിൻ്റെ 1 കിലോയ്ക്ക് എത്ര രൂപ എന്നൊക്കെ പറഞ്ഞുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാം മിക്സേഴ്സ് ആൻഡ് അലിഗേഷൻ ആകുന്ന മെത്തേഡ് വഴി ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് വാ മക്കളെ. അടുത്തതാകുന്ന ചോദ്യം കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിച്ച് ചെയ്യേണ്ടതാകുന്ന ചോദ്യമാണ് കേട്ടോ. കുറച്ചുകൂടി കാര്യമാകുന്ന രീതിയിൽ തന്നെ പരിശോധിച്ച് ചെയ്യേണ്ടതാകുന്ന ഒരു ചോദ്യം. മക്കളെ ഒന്ന് നോക്കടാ. പോപ്പുലേഷൻ ഓഫ് എ ടൗൺ എന്ന് പറയുന്നത് 2,4,3,7,5 ആണ്. ഇനി എന്ത് ചെയ്തു? ഈ ഒരു പോപ്പുലേഷൻ കൂടി എങ്ങനെ 4% ഓരോ വർഷവും 4% എന്ന രീതിയിലാണ് ഇൻക്രിമെന്റ് സംഭവിച്ചത് എന്നാണെങ്കിൽ വാട്ട് വിൽ ബി ദ പോപ്പുലേഷൻ ആഫ്റ്റർ 2 years? മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ പോപ്പുലേഷൻ ആകുന്ന സംഗതിയിലേക്കൊക്കെ വരുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ആരാടാ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണോ അതിൻ്റെ സെയിം പ്രിൻസിപ്പിളിലായിരിക്കും ഇൻക്രിമെന്റ് പോപ്പുലേഷനിൽ സംഭവിക്കുക. ഓക്കെ ആണോ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നിടത്ത് എന്താണോ സംഭവിക്കുന്നത് അതേ രീതിയിൽ തന്നെയുള്ള ഇൻക്രിമെന്റ് ആയിരിക്കും എവിടെയും സംഭവിക്കുക, പോപ്പുലേഷനകത്ത്, കോമ്പൗണ്ടിനകത്തെ പോലെ തന്നെ പോപ്പുലേഷനിലും. ഇവിടെ 2 വർഷം കൊണ്ട് എന്നതാണ് ചോദ്യം എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് എന്നായതുകൊണ്ട് 2 വർഷം, അപ്പോൾ 2 വർഷത്തെ കോഡ് കോമ്പൗണ്ടിന് എന്നുണ്ടോ അത് ഇവിടെ എടുക്കുക പാസ്കൽ ട്രയാങ്കിൾ പ്രകാരം. അപ്പോൾ എത്ര വരിക? 1, 2, 1. ഇനി നമുക്കവിടെ ചോദ്യത്തിനകത്ത് തന്നിട്ടുള്ള സംഖ്യ എന്ന് പറയുന്നത് 2, 2, 4, 3, 7, 5 വലിയൊരു സംഖ്യ, അതിനെ എടുക്കണ്ട. പകരം 100 ഇട്ട് നമുക്ക് അസ്യൂം ചെയ്തിട്ട് ഫൈനൽ ആൻസറിനകത്തേക്ക് പോകാം. ഇപ്പോൾ 100 ആണ് പ്രിൻസിപ്പൽ എമൗണ്ട്. ആദ്യത്തെ 1 താഴെ എപ്പോഴും പ്രിൻസിപ്പൽ അല്ലേ. ഇനി എന്ത് ചെയ്യണം? 100ൻ്റെ എത്ര ശതമാനം? 4% ഇൻക്രിമെൻ്റ് അല്ലേ. 100ൻ്റെ 4% 2 താഴെ എഴുതും. 100ൻ്റെ 4% എന്ന് പറയുന്നത് 2 താഴെ എഴുതും. 100ൻ്റെ 4% എന്ന് പറഞ്ഞാൽ 4. 4ൻ്റെ 4% എന്ന് പറഞ്ഞാൽ എത്ര വരും? 0.16. കണ്ടോ? അതാണ് ഈ 1 താഴെ എഴുതേണ്ടത്. ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് കൂട്ടിയെടുക്കാം. കൂട്ടണം എന്നാണെങ്കിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 1 ഗുണം 100 എത്ര വരും? 100 വരും. 4 ഗുണം 2 എത്ര വരും? 8 വരും. 1 ഗുണം 0.16 എന്ന് പറയുന്നത് എത്ര വരും? 0.16 വരും. എല്ലാം കൂടെ കൂട്ടുമ്പോൾ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 108.16 എന്ന് വരും. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? 108.16 എന്ന് വരും. ഇത്രയും കാര്യത്തിനകത്ത് ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു ചെറിയ രീതിയിൽ ഞാനൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നല്ലോ. എന്താ പറഞ്ഞേ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ സ്കീം വെച്ച് വേണം ഇതിനെ കവർ ചെയ്യാൻ. 1, 2, 1 2 വർഷത്തെ കോഡ് ആയതുകൊണ്ട് 100 ഇട്ട് അസ്യൂം ചെയ്തിട്ട് ആളെ നോക്കുക. ഇവിടെ 4 വരും, ഇവിടെ 0.16 വരും. അതുകൊണ്ട് മൊത്തമാകുന്ന ടോട്ടൽ ചെയ്ത് വരുമ്പോൾ ഉള്ള വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ 108.16 എന്നായിരിക്കും എന്ന് പറഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ചോദ്യത്തിനകത്ത് അവർ പറയുന്ന 100 എന്ന് പറയുന്നത് ആരാണ്? ഒരിടത്തെ പോപ്പുലേഷൻ ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ 100% എന്ന് പറയുന്നത് അവനെന്നാണ് കൺസിഡർ ചെയ്യേണ്ടത്. 2, 2, 4, 3, 7, 5 ഇതാണ് അവിടുത്തെ പോപ്പുലേഷൻ. ഓക്കെ അല്ലേ? 2, 2, 4, 3, 7, 5 ഇതാണ് അവിടുത്തെ പോപ്പുലേഷൻ. അവർ ചോദിക്കുന്നത് പ്രകാരം നമുക്ക് മനസ്സിലായത് എന്താ? 108.16 എന്ന് പറയുന്നത് എത്ര ശതമാനം? 108.16% എന്ന് പറയുന്നത് എത്രയാകുന്ന പോപ്പുലേഷനിലേക്ക് മാറുന്നു എന്ന് കണ്ടുപിടിക്കൂ. മക്കളെ ഒരു കാര്യം നമുക്കറിയാം. ഇവിടെ നമുക്ക് എന്ത് വർക്ക് ചെയ്യാൻ പറ്റും? ഡിജിറ്റ് സം എടുത്ത് വർക്ക് ചെയ്യാൻ പറ്റും. 100ൻ്റെ ഡിജിറ്റ് സമ്മ് 1. ഓക്കെ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കിക്കോണേ. 7ഉം ഒരു 2ഉം കൂടെ എടുത്താൽ 9, 5ഉം 4ഉം എടുത്താൽ 9. ഇനി അവശേഷിക്കുന്നത് 3ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ ഉള്ള 5. ഇനി ഇവിടേക്ക് വരുമ്പോൾ 8, 1, 9, 6, 1, 7 ആണ് ഇവിടുത്തെ ഡിജിറ്റ് സം വരുന്നത്. നമ്മുടെ കോർണർ കട്ടിങ് പ്രകാരം 7 ഗുണം 5 കണ്ടോ? 7 ആകുന്ന ഡിജിറ്റ് സം ഉള്ള ആളെ ഗുണം 5 ആകുന്ന ഡിജിറ്റ് സം ഉള്ള ആളെ ഡിവൈഡഡ് ബൈ 1 ആകുന്ന ഡിജിറ്റ് സം ഉള്ള ആൾ. ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. 7, 5, 35, 5, 3, 8 ആണ് ഡിജിറ്റ് സം വരുന്നത്. 35ൻ്റെ 5, 3 കൂടെ കൂട്ടുമ്പോൾ 8 ഡിജിറ്റ് സം വരുന്നത്. കൂട്ടത്തിൽ 8 ഡിജിറ്റ് സം വരുന്നവൻ ആരുണ്ടെന്ന് നോക്ക്. നോക്കിയടാ, ദാണ്ടേ 4 വേണ്ട, എത്ര ഉള്ളേ? ദാണ്ടേ 6ഉം 4ഉം 10, 10, 8, 18. അപ്പോൾ വെട്ടി മാറ്റിയല്ലോ. 18 9ൻ്റെ മൾട്ടിപ്പിളാണ്. വെട്ടി മാറിയല്ലോ. അവശേഷിക്കുന്ന എത്ര? 4, 4, 8. ഇതിൻ്റെ ഡിജിറ്റ് സം 8. ചോദ്യത്തിന് ആൻസർ ആകാൻ സാധ്യതയുള്ള ആളാണ് ഓപ്ഷൻ എ. ബാക്കി ആർക്കും അവിടെ 8 ഡിജിറ്റ് സം വരുന്നില്ല എങ്കിൽ അതാണ് അതിൻ്റെ ആൻസർ. നോക്കിക്കോണേ. 4ഉം 2ഉം 6, 4ഉം 10, 8ഉം 18. ദാണ്ടേ 8, 6, 4 കണ്ടോടാ. 6ഉം 4ഉം 10, 10ഉം 8ഉം 18. കണ്ടോ മക്കളെ? 6ഉം 4ഉം 10, 8ഉം 18. ഇനി അവശേഷിക്കുന്ന 4ഉം 2ഉം 6 ആകുന്ന ഡിജിറ്റ് സം. അതുകൊണ്ട് ഇതാകും ഉത്തരം ഇല്ല. ഇനി നോക്കിയാൽ 6, 3, 9. ഇനി എന്താ ഉള്ളത്? 6ഉം 4ഉം 10, 8ഉം 18. ഇത് ഇത്രയും വെട്ടി. ഇനി അവിടെ ആരുള്ള ഡിജിറ്റ് സം 2 വരുന്നത്. ഓപ്ഷൻ ഡി നോക്കേ. 6, 3, 9 കണ്ടോടാ. ഇനി 8, 4, 12, 2, 14, 2, 16 നോക്കേടാ. 8, 4, 12, 2, 14, 2, 16. 16 ആകുമ്പോൾ 6, 1, 7 വരും. 8 ഡിജിറ്റ് സം വരുന്ന 6 ഇല്ല. അതുകൊണ്ട് ഓപ്ഷൻ എ തന്നെയാണ് ഇതിൻ്റെ ആൻസർ എന്ന് കൺഫേം ചെയ്യാം. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കൃത്യമാകുന്ന രീതിയിൽ കാര്യങ്ങൾ പിടികിട്ടിയോ? പിടികിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോകാടാ. അടുത്ത ചോദ്യം നോക്കി എന്താ പറയുന്നതെന്ന്. മകളെ ഇവിടെ ഒരു ബാക്ടീരിയൽ പോപ്പുലേഷൻ്റെ കാര്യമാണ് പറയുന്നത്. ബാക്ടീരിയയുടെ പോപ്പുലേഷൻ എന്ത് ചെയ്തു? അറ്റ് ദ റേറ്റ് ഓഫ് 6% ഇൻ ദ ഫസ്റ്റ് 10 minutes. ആദ്യത്തെ 10 മിനിറ്റിൽ 6%.
അടുത്ത 10 മിനിറ്റിൽ 10% എന്ന രീതിയിൽ എന്ത് ചെയ്തു, ഇൻക്രിമെൻറ്റ് സംഭവിച്ചു. എങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് പറയൂ. അപ്പം നമുക്ക് എന്താണ്, ഇപ്പം 100 ആകുന്ന ബാക്ടീരിയ അവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ 100 എന്ന് പറയുന്നത് ആദ്യത്തെ 10 മിനിറ്റ് കഴിയുമ്പോൾ എത്ര ശതമാനത്തിന് ഇൻക്രിമെൻ്റ് അവിടെ സംഭവിക്കുന്നത്? 6%. അതായത് 100ൻ്റെ കൂടെ ഒരു 6ഉം കൂടെ കൂടുമ്പോൾ എത്ര വരും? 106% വളർച്ചയാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ളത്. ശരിയല്ലേ? ഇനി അവരെന്താ പറയുന്നത്, ആദ്യത്തെ 10 മിനിറ്റ് കഴിയുമ്പോൾ 106% വളർച്ചയായി. അടുത്ത ഒരു 10 മിനിറ്റും കൂടെ ആകുമ്പോൾ ആ 10 മിനിറ്റിൽ 10% വളർച്ചയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ 106ൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്ര വരും? 106ൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇൻറ്റു 10/100. എത്ര വരുന്നത്? ഓരോ 0 വെട്ടിയിട്ട് ഒരു പോയിന്റ് മാറ്റണം. അപ്പോൾ എത്ര വരും? 10.6% എന്ന് വരും. 106ൻ്റെ 10% എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പോയിന്റ് മാറ്റിയാൽ കിട്ടാമായിരുന്നു. 10.6%. ഓക്കെ അല്ലേ? ഇവിടെ മൊത്തത്തിൽ 106% ആകുന്ന വളർച്ച, അതായത് എത്ര ശതമാനം? 6%ൻ്റെ വളർച്ച. ഇവിടെ സെക്കൻഡ് ആയപ്പോൾ 10.6%ൻ്റെ വളർച്ച. ഇപ്പോൾ മൊത്തം കൂടെ എത്ര ശതമാനത്തിൻ്റെ വളർച്ച? 6 + 10.6 എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നത്? 16.6%. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞുതരാം. എടാ, ചോദ്യത്തിനകത്ത് അവർ പറയുന്നത് ബാക്ടീരിയ എന്ന് പറയുന്ന ആൾക്ക് ഫസ്റ്റ് 10 മിനിറ്റ്സിനകത്ത് എന്തിൻ്റെ വളർച്ചയാണ് സംഭവിക്കുന്നത്? എത്ര ആകുന്ന വളർച്ചയാണ് സംഭവിക്കുന്നത്? 6%. അതായത് 100 ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ ഒരു 6 ബാക്ടീരിയ കൂടി അവിടെ പ്രത്യക്ഷപ്പെടും. അതായത് ആ 100 എന്ന് പറയുന്നത് 106 മാറും. ഇപ്പം രണ്ടാമത്തെ 10 മിനിറ്റിനകത്തേക്ക്, സെക്കൻഡ് ആകുന്ന 10 മിനിറ്റിനകത്തേക്ക്, ആദ്യത്തെ 10 മിനിറ്റ് കഴിഞ്ഞു, അടുത്ത 10 മിനിറ്റും കൂടെ ആകുമ്പോൾ 20 മിനിറ്റ് ആവും. ആ അടുത്ത 10 മിനിറ്റിനകത്ത് എന്താ, മൊത്തം അവിടെ 106 ബാക്ടീരിയകൾ അവിടെ ഉണ്ട്. അവിടെ അതിൻ്റെ ഇൻക്രിമെൻ്റ് എങ്ങനെ സംഭവിക്കും? അവിടെ 10% കൂടി കൂടും. 106ൻ്റെ 10% കൂടി അവിടെ കൂടും. 10% കൂടുക എന്ന് പറയുന്നത് നെറ്റ് എഫക്റ്റ് 10.6ൻ്റെ എഫക്റ്റാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ 116.6ൻ്റെ എഫക്റ്റിലേക്ക് വരും. എത്ര ശതമാനം കൂടുകൂടാ? 106ൻ്റെ 10% കൂടുക എന്ന് പറഞ്ഞാൽ 100%ആണ് 106. ഓക്കെ അല്ലേ? സെക്കൻഡ് കണ്ടീഷൻ പ്രകാരം 106 എന്ന് പറയുന്നത് 100% അതിൻ്റെ 10.6% കൂടി കൂടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് എത്ര ആയിട്ടുണ്ട്? 116.6% ആയിട്ടുണ്ട്. പറഞ്ഞേ, 100 ആയിരുന്ന ആളിപ്പോൾ എവിടെ വന്നു? 116.6 വന്നു. അതായത് നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് 16.6% എഫക്റ്റാണ്. കണ്ടോ, നിസ്സാരമാണ്. ആദ്യം 100, അത് 6% കൂടിയപ്പോൾ 106. ഇനി എന്ത് സംഭവിച്ചു? രണ്ടാമത്തെ 10 മിനിറ്റ് ആയപ്പോൾ നിലവിൽ അവിടെ 106, അതിൻ്റെ 10% ഇൻക്രിമെൻ്റ് എന്ന് പറയുമ്പോൾ 10.6, അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 116.6 എത്തി നിൽക്കുക. അതായത് ആദ്യം 100 ഉണ്ടായിരുന്നിടത്ത് ഇപ്പം 116.6 ബാക്ടീരിയ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ നെറ്റ് എഫക്റ്റിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു ചേഞ്ച് എന്താ? 116.6 - 100, ദാറ്റ് ഈസ് 16.6. ഓക്കെ അല്ലേ? ഇനി ഇതാ ഈ ഒരു ചോദ്യത്തിനകത്തേക്ക് പോവാം. നല്ലൊരു ചോദ്യമാണ്. സുജാത ബൈസ് 9 ആപ്പിൾസ്. എത്ര ആപ്പിൾ വാങ്ങി സുജാത? 9 ആപ്പിൾ വാങ്ങി, 8 മാംഗോ വാങ്ങി. മൊത്തം എത്ര രൂപയ്ക്ക്? 276 രൂപയ്ക്ക്. ഇനി ഞാൻ പറയുന്നത് കേൾക്കണേ. ഒരു ആപ്പിളിൻ്റെ വില എന്ന് പറയുന്നത് X ആണ്. ഒരു മാംഗോയുടെ വില എന്ന് പറയുന്നത് Y. അങ്ങനെയാണെങ്കിൽ 9X പ്ലസ് എത്ര ആപ്പിളാണ് വാങ്ങിയത്? 8 മാംഗോ അല്ലേ വാങ്ങിയത്? 9 ആപ്പിൾ വാങ്ങിയപ്പോൾ 9X, 8 മാംഗോ വാങ്ങിയ 8Y, രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര? 276. മനസ്സിലാക്കുന്നു. X എന്ന് പറയുന്നത് ഒരു ആപ്പിളിൻ്റെ വില, Y എന്ന് പറയുന്നത് ഒരു മാംഗോയുടെ വില. അങ്ങനെ 9 ആപ്പിളും 8 മാംഗോയും വാങ്ങിച്ചുവെങ്കിൽ 9X പ്ലസ് 8Y എന്ന് പറയുന്നത് 276 വരിക. എന്താ പറഞ്ഞേ? 9X പ്ലസ് 8Y എന്ന് പറയുന്നത് 276 വരിക. ഇതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് മനസ്സിലായി. ഇനി അവർ പറഞ്ഞത് നിലവിൽ എന്താണോ ആപ്പിളിൻ്റേതാകുന്ന മൂല്യം, ആ മൂല്യത്തിനകത്ത് നിന്നൊരു 10% ആകുന്ന വില ഇടിഞ്ഞിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. അതേസമയം മാംഗോയുടെ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആയിട്ട് തന്നെ, മാറ്റമില്ലാതെ തന്നെ നിലകൊള്ളുന്നുണ്ട്. എന്നാണെങ്കിൽ അങ്ങനെയാകുന്ന കണ്ടീഷനിൽ വാങ്ങിയ 5 ആപ്പിളും 12 മാംഗോയും കൂടെ എത്ര രൂപ വാങ്ങിച്ചിട്ടുണ്ട്? 210 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ത് മനസ്സിലാക്കണം? നിലവിൽ X ആണ് ഒരു മാംഗോയ്ക്ക്, X ആണ് ഒരു ആപ്പിളിന്, Y ആണ് ഒരു മാംഗോയ്ക്ക്. അവിടെ എത്ര ആപ്പിളാണ് വാങ്ങിയത്? 5 ആപ്പിളാണ് വാങ്ങിയത്. വില എന്ന് പറയുന്നത് നേരത്തെ 1 രൂപയായിരുന്നെടുത്ത് അതിപ്പോൾ എന്ത് ചെയ്തു? ഒരു നിലവിലുണ്ടായിരുന്ന X ആയിരുന്ന വിലയിൽ എത്രൻ്റെ കുറവ് അവിടെ ഉണ്ടായി? 10%. അതായത് 100-നകത്ത് നിന്ന് 10 പോയാൽ ബാലൻസ് 90 അല്ലേ? അതായത് നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് X ആയത് ഇപ്പം എത്രയായി മാറി? 90% ഓഫ് X എന്നുള്ള രീതിയിലേക്ക് മാറി. പ്ലസ് Y അവിടെ എത്ര എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്? 5 ആപ്പിളാണേ വാങ്ങിയേക്കുന്നത്. Xൻ്റെ വില എന്ന് പറയുന്നത് 90. X എന്ന് പറയുന്നത് നിലവിൽ 90% എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ചിട്ടുണ്ട്. അതായത് 10% കുറച്ച് 90% ഓഫ് X എന്നുള്ളതാക്കി ഇപ്പോൾ അതിൻ്റെ വില. ഇനി Y ആകുന്നവൻ്റെ വില എത്ര എണ്ണം വന്നൊന്ന് മാറ്റമൊന്നുമില്ലല്ലോ. ഇനി 10 എണ്ണം വാങ്ങി എന്ന് പറഞ്ഞാൽ 10Y എന്നായി. ഇതെല്ലാം കൂടെ എടുക്കുമ്പോൾ എത്ര വരും? 210 എന്ന് വരും. ഡൗട്ടൊന്നുമില്ലേ? ഇനി പറ,
അവിടെ എന്തൊക്കെയാകുന്ന ആളുകൾ വരുന്നുണ്ട്? താണ്ടെ ഇതാ ഈ 90ൻ്റെ 0 വെട്ടി. ഇനി അവിടെ 5 താണ്ടെ ഇവിടെ എന്തുണ്ട്? 10 ഉണ്ട്. അപ്പോൾ ഇതെത്രയായി? താഴെ 2 വന്നു. 9ൻ്റെ പകുതി എന്ന് പറയുന്നത് 4.5x പ്ലസ് അവിടെ 10y എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൊത്തം കൂടെ കൂട്ടുന്ന 210. കണ്ടോ? ആ 2 ഇക്വേഷനുകൾ ഇപ്പോൾ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് മനസ്സിലായോ? ഉണ്ടായത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ 2 ഇക്വേഷനിൽ നിന്നും നമുക്ക് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെയും വൈയുടെയും വില കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം? രണ്ടാമത്തെ ഇക്വേഷനിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്താകും? 9x എന്ന് പറയുന്നത് രണ്ടിടത്തും വരും, അതങ്ങ് വെട്ടിപ്പോവും. ശരിയല്ലേ? ഒന്ന് മാറ്റി എഴുതിക്കോ. എങ്ങനെയാണ് അവിടെ ആൾ വരുന്നതെന്ന് മനസ്സിലാവട്ടെ. താണ്ടേടാ 9x പ്ലസ് 8y ഈസ് ഈക്വൽ ടു 276. ഇനി അവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 9x പ്ലസ് 10 ഗുണം 2 എന്ന് പറഞ്ഞാൽ 20y ഈസ് ഈക്വൽ ടു 210ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 420. ഇനി രണ്ടും കൂടെ കുറയ്ക്കണം. കുറച്ചാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? കുറയ്ക്കണം. കുറച്ചാൽ എന്ത് സംഭവിക്കും? 9xകൾ വെട്ടിപ്പോവും. ശരിയല്ലേ? 9xകൾ വെട്ടിപ്പോവും. അവശേഷിക്കുന്നത് 8, 20. 8 മൈനസ് 20. 8 മൈനസ് 20 എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? -12y ഈസ് ഈക്വൽ ടു ഈ 420 നിന്ന് 276 കുറച്ചാൽ എന്ത് വരും? എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ മൈനസ് കൊടുത്താൽ മതി. 476ൻ്റെ കൂടെ ഒരു 24 കൂട്ടിയാൽ ഒരു 24 കൂട്ടിയാൽ അത് എത്ര ആവും? 300 ആവും. അതിൻ്റെ കൂടെ ഇനി എത്രയും കൂടെ കൂട്ടണം? 300ൻ്റെ കൂടെ ഒരു 120 കൂടെ കൂട്ടണം. അതായത് മൊത്തം കൂടെ 144 വരും. -144. ശരിയല്ലേ? അങ്ങനെ ആയ കാരണം കൊണ്ട് y ഈസ് ഈക്വൽ ടു അപ്പുറത്തും ഇപ്പുറത്തുള്ള മൈനസ് വെട്ടിപ്പോവും. y ഈസ് ഈക്വൽ ടു എത്ര എന്ന് വരും? 12 എന്ന് വരും. y 12 ആണെങ്കിൽ ഇതിനെ തിരിച്ച് ഇതേ കണക്കോല ആ ചോദ്യത്തിനകത്തേക്കൊന്ന് ഇട്ട് കൊടുത്തേ. താണ്ട് ഒന്ന് ആലോചിച്ചൊക്കെ, ഈ പറയുന്ന എക്സിൻ്റെ വില അവിടെ നിന്ന് കിട്ടും. ഓക്കെ ആണോ? വൈയുടെ വില എന്ന് പറയുന്നത് എത്ര എന്നാണ് ഇപ്പോൾ കിട്ടിയേ? 12. ശരി, സ്ഥലക്കുറവുണ്ട്. ഞാൻ ചോദ്യം ഇട്ടപ്പോൾ ഒരു അബദ്ധം പറ്റിപ്പോയതാ, ഒന്ന് ക്ഷമിച്ചേക്ക് കേട്ടോ. അപ്പോൾ -12y എന്ന് പറയുന്നത് 144 y എന്ന് പറയുന്നവൻ അതുകൊണ്ട് തന്നെ 12 ആണെന്ന് മനസ്സിലായി. ഇനി എന്ത് വേണം മക്കളെ? അവിടെ 9x എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 276 അവിടെ കിടക്കുന്ന 8y. വൈയുടെ വില എന്ന് പറയുന്നത് 12 അല്ലേ? 12 ഗുണം 8 എന്ന് പറഞ്ഞാൽ എത്ര വരും? 96 വരും. കുറയ്ക്കുമ്പോൾ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് 276 അല്ലേ? 276. 27 നിന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരുന്നത്? 18. 18 എന്ന് പറയുമ്പോൾ 180 എൻ്റെ ആൻസർ. 9x. അതുകൊണ്ട് x എന്ന് പറയുന്നതിൻ്റെ മൂല്യം എത്രയാണ് വരിക? എക്സിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 180 ഡിവൈഡഡ് ബൈ 9 20 എന്ന് വരും. കണ്ട, എക്സിൻ്റെയും വൈയുടെയും വില കിട്ടി. ഇനി എന്താ ചോദ്യം പറയുന്നത്? 4 ആപ്പിളിൻ്റെ വില എത്ര? 4 ഗുണം എക്സിൻ്റെ മൂല്യം എത്ര? 20. 4 ഗുണം 20 പ്ലസ് 3 മാംഗോയുടെ വില എത്ര? y ഗുണം, കണ്ട, ഒരു മാംഗോയുടെ വില എന്ന് പറയുന്നത് y അല്ലേ? y അവിടെ എത്ര എന്നാണ് പറഞ്ഞേക്കുന്നത്? y എന്ന് പറയുന്നത് 12. ആണ്ടേ 12 ഗുണം 3. ഇനി നോക്കേടാ, 40 ഗുണം 4 ഗുണം 20 എന്ന് പറഞ്ഞാൽ 80 വരും. 80 പ്ലസ് 12 3 എത്ര വരും? ഇവിടെ 36 വരും. 80 പ്ലസ് 36 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ വരിക? 80 പ്ലസ് 36 8 3 11 116 രൂപ എന്ന് വരും. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല എന്ന് വിശ്വസിച്ചു കൊള്ളട്ടെ. അടുത്ത ചോദ്യത്തിനകത്തേക്ക് നീങ്ങേടാ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവൻ കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, ഇത് വളരെ വളരെ കാര്യമാകുന്ന രീതിയിൽ തന്നെ ഒരു ധാരണ ഉണ്ടാക്കി പോകേണ്ട ഒരു ചോദ്യം തന്നെയാണ്. എടാ, ഒരു വാഷിംഗ് മെഷീൻ എന്ന് പറയുന്ന സാധനം ഞാൻ നോക്കുന്നു. അവിടെ ദ കോസ്റ്റ് ഓഫ് എ വാഷിംഗ് മെഷീൻ ഈസ് 40% ലെസ് ദാൻ എ TV. കണ്ടോ, ഒരു ടി വിയുടേതാകുന്ന വില എന്താണോ അതിനേക്കാൾ ഒരു 40% ആകുന്ന വില കുറവാണ് ആർക്ക്? നമ്മുടെ വാഷിംഗ് മെഷീനിന്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ലിസ്റ്റ് പോലെ എഴുതാൻ പോവുക. TV ആകുന്ന ആളിന് ഇതാ ഇവിടെ, ഇവിടെ വാഷിംഗ് മെഷീൻ ആകുന്ന ആളിൻ്റെ വില ഇതാ ഇവിടെ. ഇനി ഞാനൊന്ന് പറയുന്ന കേൾക്കണേ. ഇവിടെ എന്താ അവർ പറഞ്ഞേക്കുന്നത്? നിലവിൽ TV ആകുന്നവൻ്റെ വില 100 ആണെങ്കിൽ അതിൽ നിന്നൊരു 40% കുറയ്ക്കുക, അതായത് ഒരു 40 കുറയ്ക്കുക, ബാക്കിയാണ് വാഷിംഗ് മെഷീൻ്റെ വില. അതായത് 60 രൂപയായിരിക്കും ആരുടെ വില എന്ന് പറയുന്നത്? വാഷിംഗ് മെഷീനിൻ്റേതാകുന്ന വില എന്ന് പറയുന്നത്. ശരിയാണ്, അതാ കാര്യം മനസ്സിലായി. ഇനി അവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എടാ, ഇഫ് ദ കോസ്റ്റ് ഓഫ് വാഷിംഗ് മെഷീൻ ഈസ് ഇൻക്രീസിങ് 18% and that of TV is decreasing 10%, what is the change in the total cost of 5 washing machines and 2 TVs? അവസാനത്തെ ആ ചോദ്യമാകുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ അങ്ങ് മറന്നേരെ. അവരെന്താ പറഞ്ഞേക്കുന്നത്? ആ വാഷിംഗ് മെഷീൻ ആകുന്ന സാധനം അവിടെ വാങ്ങുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ അവർ എന്തോ ഒരു ഓഫറോ എന്തോ ഒരു കാര്യം അവിടെ അങ്ങോട്ട് സപ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ വാഷിംഗ് മെഷീനിൻ്റേതാകുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 18% അവിടെ എന്ത് ചെയ്തു? കുറഞ്ഞു. വാഷിംഗ് മെഷീൻ്റെ കോസ്റ്റ് എത്രയാടാ? 18%. ഓക്കെ ആണോ? 18% ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസ് ചെയ്തു എന്നല്ലേ പറഞ്ഞേക്കുന്നത്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്.
ശരി, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ആൻഡ് ദാറ്റ് ഓഫ് ടി വി ഡിക്രീസസ് ബൈ 10%. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? നിലവിൽ ടി വിയുടേതാകുന്ന വില എന്ന് പറയുന്നത് 10% കുറച്ചു. 10% കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 100 അങ്ങ് 90ആയി. ഇനി എന്ത് വേണം? 60 എന്ന് പറയുന്നതാകുന്ന വാഷിംഗ് മെഷീനിൻ്റെ വില എത്ര ശതമാനം കൂടി? 18% കൂടി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? മക്കളെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഞാൻ എഴുതിയത് എങ്ങനെയാണെന്നുള്ളതൊരു ധാരണയാക്കി തരാം. ആദ്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആരുടെ കാര്യം? ടി വിയുടെ കാര്യം. അതിൻ്റെ അടുത്തുനിന്ന് നമ്മൾ വാഷിംഗ് മെഷീൻ ഇങ്ങനെ വരയ്ക്കാം നമ്മുടെ ടേബിൾ, കേട്ടോ. ഇതായിരിക്കും കുറച്ചുകൂടെ എളുപ്പമെന്ന് പറയുന്നത്. ഇങ്ങോട്ടൊന്ന് നോക്കിയടാ. ടി വിയുടെ വിലയെന്ന് പറയുന്നത് 100 ആയിരുന്നപ്പോൾ വാഷിംഗ് മെഷീനിന് 40% കുറച്ച്, അതായത് 60 രൂപ. ഇനി നമ്മൾ പറഞ്ഞത് ടി വിയുടെ വില എന്ന് പറയുന്നത് 10% കുറഞ്ഞപ്പോൾ അത് 90ആയി മാറി. അതേ സമയത്ത് നമ്മുടെ വാഷിംഗ് മെഷീനിൻ്റെ വില എന്ന് പറയുന്നത് എന്താ? അവിടെ 10% കുറഞ്ഞപ്പോൾ 18% ഇൻക്രിമെൻറ്റ്, അതായത് 60ൻ്റെ 18%. അതായത് 60ൻ്റെ കൂടെ 60 100%, അതിൻ്റെ കൂടെ 18%, 118% ഓഫ് 60 വേണം എടുക്കുക. ഇത് എത്ര വരുമെന്ന് കണ്ടുപിടിക്കുക. അതിൻ്റെ ആൻസർ എത്രയാണ് മക്കളെ വരുന്നത്? 1 0 വെട്ടി 1 0 വെട്ടി. ഇനി അവിടെ എത്ര ഉള്ളത്? ഒന്ന് കാര്യമാകുന്ന രീതിയിൽ ഒന്ന് കാര്യത്തിനെ ഒന്ന്, അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ അതും എഴുതണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് അത്ര എഴുതി വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കാണും. മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ട് അതിൻ്റെ ആൻസർ നോക്കണം എന്നില്ല. ഇപ്പോൾ നിലവിൽ പറയുകയാണ്, ഇപ്പോൾ നിലവിൽ എന്താണ്? 90 രൂപയാണ് ഒരു ടി വിയുടെ വില. 60 ഗുണം 118 ഇൻറ്റു 100 ആണ് 60 ഗുണം 118/100 ആണ് ഒരു ആരുടെ വില? വാഷിംഗ് മെഷീനിൻ്റെ വില. എന്നാണെങ്കിൽ നമ്മളോട് ചോദ്യം പറയുന്നത് എത്ര വാഷിംഗ് മെഷീൻ വേണമെന്നാണ് മക്കളെ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കേ. 5 വാഷിംഗ് മെഷീൻ വേണം. അപ്പോൾ ആ വാഷിംഗ് മെഷീൻ്റെ നിലവിലാകുന്ന വിലയുടെ കൂടെ ഒരു 5 ഗുണിച്ച് ചേർക്കുക. ഓക്കെ അല്ലേ? നിലവിൽ എന്താണോ അതിൻ്റെ വില അതിൻ്റെ കൂടെ ഒരു 5 കൊണ്ട് ഗുണിച്ചാൽ മതി. ടി വി എത്രണ്ണം വേണം? 2 എണ്ണം. അതുകൊണ്ട് നിലവിലുള്ളത് എന്താണോ അതിൻ്റെ കൂടെ ഒരു 2 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടണം. കൂട്ടുമ്പോൾ നമുക്ക് എന്താണ് വരുന്നത്? ശരിയായ വിലയിൽ നിന്ന് എത്ര വരും? ശരിയായ വിലയെന്ന് പറഞ്ഞാൽ എന്താ? 100ൻ്റെ കൂടെ 5 ഗുണിക്കൂ, 60ൻ്റെ കൂടെ 5 ഗുണിക്കൂ. മൊത്തം എത്ര വരും? 100 ഗുണം 5 എന്ന് പറയുന്നത് 500. ഇനി 60 6 5 30. ശരിയാണോ? അപ്പോൾ എത്ര വരും? 60 ഗുണം 5 എന്ന് പറഞ്ഞാൽ 300. അപ്പോൾ 500 300 ആയപ്പോൾ എത്ര ഇടാ? 800 എന്ന് പറയുന്ന വിലയാവും. ശരിയല്ലേ? അയ്യോ സോറി, എനിക്ക് അവിടെ ഒരു തെറ്റ് പറ്റി. അവിടെ ടി വി എത്ര എണ്ണം മതിയായിരുന്നു മക്കളെ? ടി വി 2 എണ്ണം പോരെ? അപ്പം 100 ഗുണം 2, അപ്പോൾ 200. 5 വാഷിംഗ് മെഷീൻ അല്ലേ? 60 ഗുണം 5 300. 300 200 എന്ന് പറയുന്ന ടോട്ടൽ രൂപ എന്ന് പറയുന്നത് 500 രൂപയാണ്. ശരിക്കും അതിൻ്റെ വില കുറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ 500 രൂപയായിരുന്നു അവിടെ ചിലവാക്കേണ്ടത്. ഇനി പറ, 90 ഗുണം 2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 180. ഇനി 5 കൊണ്ടൊക്കെ വെട്ടേണ്ടവനെയൊക്കെ വെട്ടി മാറ്റി അതിൻ്റെ ഫൈനൽ ആൻസറിനകത്തേക്ക് പോകാം. ഈ 0 ഈ 0 വെട്ടി, 10 ഈ 5 കൂടെ വെട്ടുമ്പോൾ ഇവിടെ 2 വരും. ഈ 2 ഈ 6 കൂടെ വെട്ടുമ്പോൾ 3 വരും. 118 ഗുണം 3 എത്ര വരുന്നത്? 100 ഗുണം 3 300. 18 ഗുണം 3 എന്ന് പറഞ്ഞാൽ 54. മൊത്തം കൂടെ എത്ര വരും? 354. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ആ കുറഞ്ഞ വില 2 പേർ കൂടെ എത്ര ആയെന്നുള്ളതാവും. എത്ര ആയടാ? 180 354 300ഉം 100ഉം കൂടെ ആയപ്പോൾ എത്രയായി? 400. ഇനി 8 5 എത്ര വരും ഇവിടെ? 13 130. അപ്പോൾ 13ൻ്റെ 1 3 2 5. അപ്പോൾ തന്നെ എത്ര ആയടാ? 534 രൂപയായി. ഓക്കെ അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 500 രൂപ ചിലവാക്കേണ്ടടുത്ത് ആ വിലയിലുണ്ടാകുന്ന വ്യത്യാസം കാരണം എനിക്ക് 534 രൂപ കൊടുക്കേണ്ടി വന്നു. എങ്കിൽ എൻ്റെ ചേഞ്ച് എന്താണ് എന്ന് ചോദിച്ചാൽ 500 മൈനസ് 534 മൈനസ് 500 എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? 34. ഇനി പറ, പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഫേവറബിൾ, അതായത് എന്താ അവിടെ പറയുന്നത്? ചേഞ്ച് എത്ര ശതമാനമാണെന്ന് അറിയണം. അത് ചേഞ്ച് എത്ര? 34 രൂപ. ടോട്ടൽ കോസ്റ്റ് പ്രൈസ് അവിടെ എത്ര ആയിരുന്നിട്ടുണ്ടാകണം? 500 രൂപ ഇൻറ്റു 100. കണ്ടോ? 2 0 വെട്ടി 34 ഡിവൈഡഡ് ബൈ 5 വരും. അത് എത്ര പെർസെൻറ്റേജാണ്? 34 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 6.8%, കേട്ടോ. എത്ര വരുന്നത്? 6.8%. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് അവിടെ ശരിക്കും പറഞ്ഞാൽ ലാഭമാണ്, ഡിക്രീസ് അല്ല അവിടെ സംഭവിക്കുന്നത്, ഇൻക്രീസാണ്. ഇനി അത് 6.5 ആണോ അതോ 6.8 ആണോ എന്ന് മാത്രം നിങ്ങളവിടെ എന്ത് ചെയ്യേണ്ടതേ ഉള്ളൂ? കണ്ടുപിടിക്കേണ്ടതേ ഉള്ളൂ. അല്ലാതെ വലിയ വേറെ കാര്യം വല്ലതും ഉണ്ടോ അവിടെ? ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു 34 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 6.8%. കണ്ടോടാ? ഒന്നുകൂടെ ചോദ്യത്തിനെ കൃത്യമാകുന്ന ധാരണയാക്കി തരട്ടെ, ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ, അപ്പോൾ നിങ്ങൾക്ക് അതങ്ങ് മനസ്സിലാവും. മകളെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആദ്യം എത്ര രൂപയുണ്ടായിരുന്നു? ടി വിക്ക് 100 രൂപയുണ്ടായിരുന്നു. എന്നാൽ ആ 10% വില കുറവ് കാരണം 100 അങ്ങ് 90ആയി മാറി. അതേസമയം ആദ്യത്തെ 100 രൂപയായിരുന്ന സമയത്ത് ടി വിയേക്കാൾ ഒരു 40% വില കുറവായിരുന്നു നമ്മുടെ ആർക്ക്? വാഷിംഗ് മെഷീനിന്. അതായത് 100-നകത്ത് നിന്ന് 40 കുറച്ചുള്ള 60. ആ വിലയെന്ന് പറയുന്നത് ആ ഓഫർ വന്നപ്പോൾ എന്തായി? 60ൻ്റെ എത്ര ശതമാനം? 118% മാറിയിട്ടുണ്ട് അതിൻ്റെ വില. ശരിയല്ലേ? ഇനി മനസ്സിലാക്കുന്നു എത്ര ടി വി വാങ്ങണം? 2 ടി വി വാങ്ങണം. എത്ര വാഷിംഗ് മെഷീൻ വേണം? 5 വാഷിംഗ് മെഷീൻ വേണം. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്ന മക്കളെ? 534. കണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഈ സൈഡിൽ ഏതാണ്ട് 2 ടി വിയും 5 വാഷിംഗ് മെഷീനും കൂടെ വാങ്ങിച്ചാൽ എത്ര രൂപ ശരിക്കും ആവത്തുള്ളായിരുന്നു? 500 രൂപ.
500 രൂപ ആകേണ്ടടുത്ത് ഇപ്പോൾ എത്ര ആയി മക്കളെ? 534. അപ്പോൾ ആ ചേഞ്ച് എത്ര? 34 രൂപയുടെ വ്യത്യാസം. എത്ര രൂപയായിരുന്നു ശരിക്കും കൊടുക്കേണ്ട? 500. ഓഫർ മാറിയപ്പോഴല്ലേ 534 ആയി. അതുകൊണ്ട് ഇനി ഒരു ഗുണം 100 കൂടെ കൊടുത്താൽ ഫേവറബിൾ ബൈ ടോട്ടൽ ഇൻറ്റു 100 ആകുമ്പോൾ അതിൻ്റെ ആൻസർ എത്ര വരും? 6.8%. മനസ്സിലാക്കൂ, 6.8% എന്ന് പറയുന്നത് എന്തല്ല, ഡിക്രീസ് അല്ല. അതുകൊണ്ട് ആദ്യമേ തന്നെ അതങ്ങ് വെട്ടിക്കോ. ഇൻക്രീസ് എന്നുള്ള കണ്ടീഷനിൽ 6.8 ആവേണ്ടേ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായി? 6.8% എന്നായി. മക്കളെ, കൃത്യമാകുന്ന രീതിയിൽ നിങ്ങളിലേക്ക് ഞാൻ എത്രയാകുന്ന ചോദ്യങ്ങൾ എത്തിച്ചു? ഒരു 10 ക്വസ്റ്റ്യൻ, എനിക്ക് തോന്നുന്നു ഒരു 11 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ചോദ്യങ്ങളുടെ എണ്ണത്തിലല്ല കാര്യം, ചോദ്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി പോകുന്നു എന്നുള്ളതിലാണ് കാര്യം. ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യമായത്, ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യമുണ്ട്, NTPCയിലെ ചോദ്യങ്ങളുണ്ട്, ഗ്രൂപ്പ് ഡിയിലെ ചോദ്യങ്ങൾ കണ്ടോടാ. അതാ ഈ മിക്സേഴ്സ് ആൻഡ് അലിഗേഷൻ ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യമാണ്. താണ്ടെ ഈ പറയുന്ന വെൻ ഡയഗ്രം ചോദിച്ചത് NTPCക്കാണ്. അതുപോലെ NTPCയുടേതാകുന്ന ചോദ്യമാണ് നമ്മുടെ ഈ എക്സാമിനേഷൻ സംബന്ധമാകുന്ന ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഇന്ന പോലെ ഇന്ന എക്സാമുകൾ നേടിയിട്ടുണ്ട്, ഇന്ന എക്സാമുകളിലെ കാര്യം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഗ്രൂപ്പ് ഡിക്കും NTPCക്കുമാണ്. പിന്നെ നമ്മുടെ A+B+AB/100 ഇക്വേഷൻസ് ഗ്രൂപ്പ് ഡിയിലും NTPCയിലും വളരെ കാര്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ വർക്കിംഗ് അവേഴ്സ് അതൊക്കെ ഗ്രൂപ്പ് ഡിയിലാണ്. കൊച്ചു കൊച്ചു ചോദ്യങ്ങളാണെങ്കിലും ഉപയോഗിക്കാൻ കാര്യമായ എന്തോ ഉണ്ട് എന്ന രീതിയിലെ ചോദ്യങ്ങളാണ് എവിടെ വന്നിട്ടുള്ളത്? നമ്മുടെ ഗ്രൂപ്പ് ഡി NTPC പോലെയുള്ള പരീക്ഷകളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും എനിക്ക് നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ പറഞ്ഞു തരാനുള്ള ചോദ്യങ്ങൾ ഇത്രയുമാണ്. നിങ്ങൾ ഒരു കാര്യം വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാക്കുക, ഒരു ചോദ്യങ്ങളും ചെറുതല്ല. എല്ലാ ചോദ്യങ്ങളിൽ നിന്നും കാര്യമായി എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? മനസ്സിലാക്കാനുണ്ട്, പഠിക്കാനുണ്ട്. എല്ലാ ചോദ്യങ്ങളിലൂടെയും പരമാവധി എത്രയെങ്കിലും ആകുന്ന തവണ കടന്നുപോകും. മിനിമം ഒരു തവണയെങ്കിലും കടന്നുപോകും. അതിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണോ ഓടി വരുന്നത് അതിനെ കൃത്യമായി എവിടെയെങ്കിലും എഴുതി കുറിച്ച് വെക്കാനും കൂടെ പഠിക്കും. റിവിഷൻ ചെയ്യണം, റിവിഷൻ ചെയ്യണം. ആ റിവിഷനും റിവിഷനുമായിരിക്കും നിങ്ങളെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്നത്. കേവലം ഒരു തവണ പഠിച്ച് മാറ്റി വെച്ചിട്ട് കാര്യമില്ല. പഠിച്ചു മാറ്റി വെച്ചവനെ വീണ്ടും എടുത്ത് പഠിക്കാനുള്ള സമയം കൂടി കണ്ടെത്തുക, റിവിഷനുള്ള സമയം കണ്ടെത്തുക. എല്ലാം നന്നായി നടക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.